നാരായണ 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 നാരായണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിറമേഴുന്നൊരു പീലിത്തിരുമൂടി തൊഴുന്നേൻ, വിലവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേൻ. തിലകത്താലഴകേറും തിരുനെറ്റി തൊഴുന്നേൻ, സ്മരചാപമടി കൂപ്പും പുരീകം കൈത്തൊഴുന്നേൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സരസീജായത ചാരു തിരുമിഴി തൊഴുന്നേൻ, തിലസൂനത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ. രുധിരാഭ കലർന്നിടും അധരം കൈത്തൊഴുന്നേൻ, കദനം മുത്തിനേകുന്ന രദനം കൈത്തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മൃദുഹാസാഞ്ചിതമായ വദനം കൈത്തൊഴുന്നേൻ, വനമാല വിളങ്ങുന്ന ഗളകണ്ഠം തൊഴുന്നേൻ. പരമം കൗസ്തുഭം മിന്നും ഉരസ്സു കൈത്തൊഴുന്നേൻ, സുരുചിരം വിളങ്ങുന്ന മാറിടം കൈത്തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സരസീജോത്ഭവൻ വാണ വരനാഭി തൊഴുന്നേൻ, കടകം മിന്നിടും കൈകൾ അടിയൻ കൈത്തൊഴുന്നേൻ. അഖണ്ഡമായി പ്രകാശിക്കും നഖപംക്തി തൊഴുന്നേൻ, അഴകേറും തുടരണ്ടും വഴി പോലെ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണ തൊഴുന്നേൻ, മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ. അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോശ്ചരണാംഭോജ്യം യസ്യാന്തിശി വിരാജതേ, തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണ 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 നാരായണ. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഈ ദിവ്യമായ സത്രത്തിൽ ഭാഗവത അമൃതത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. അതും 16ാമത്തെ തവണ. 16 എന്നുള്ള അക്കത്തിന് തന്നെ പ്രത്യേകതയുണ്ട്.
ഭഗവാന്റെ നിഗ്രഹ അനുഗ്രഹ ശക്തികളെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ നിഗ്രഹ അനുഗ്രഹ ശക്തികളെ 16 കലകളായിട്ട് കണക്കാക്കിക്കൊണ്ട് ആവാഹിച്ച് പ്രതിഷ്ഠിക്കാറുണ്ട്. അതുപോലെ ഈ ദിവ്യമായ ഭൂമിയിൽ 16 തവണ ഒരേ സ്ഥലത്ത് 16ാമത്തെ തവണ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനൊരു മാഹാത്മ്യം കൂടി ഈ സത്രത്തിൽ നമുക്ക് അനുഭവമായിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ മധുരമായ മധുരാലീലകൾ, ഭഗവാന്റെ എല്ലാ ലീലകളും മധുരം മധുരം അഖിലം മധുരം, മധുരാധിപതേരഖിലം മധുരം എന്നാണ്. എല്ലാ ലീലകളും മധുരം മധുരമായിട്ടുള്ളതാണ്. എന്നാൽ മധുരാലീലകളൊക്കെ കുറച്ചും കൂടി മാധുര്യം കൂടും. അക്ഷരത്തിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. മധുരം മധുരം. ആ മധുരമായ മധുരാലീലകളാണ് നമുക്കിപ്പോൾ അനുസ്മരിക്കേണ്ടത്. ഭഗവാൻ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവതം തന്നെ ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ്. തേനേയം വാങ്മയീ മൂർത്തി. ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. അതിൽ കൃഷ്ണാവതാരവും സകല അവതാരങ്ങളുടെയും ആകത്തുകയായ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. എല്ലാ അവതാരങ്ങളും എടുത്ത അവതാരിയാണ് ഭഗവാൻ എന്ന്. ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ ഭഗവാൻ തന്റെ ചില ശക്തികളെ പറഞ്ഞേക്കുക. അങ്ങനെ അവതാരമാണ് കണക്കാക്കുകയാണെങ്കിൽ ഇത് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന അവതാരമാണെന്ന് ആചാര്യന്മാരെ അനുസ്മരിക്കുന്നു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അത് വ്യക്തമാക്കുന്ന ഭാവങ്ങളാണ് മധുര ലീലകളിൽ കാണുക. ഒരേ സമയത്ത് തന്നെ പല ഭാവങ്ങളും ഒരേ വ്യക്തിയിൽ നിന്ന് പലർക്കും അനുഭവപ്പെടുക. ഇത് സാധാരണ നടക്കില്ല. സാധാരണ നമ്മളെപ്പോലുള്ളൊരു വ്യക്തി ഇവിടെ ഇരുന്നിട്ട് കുറേ ആൾക്കാരെ നോക്കുന്ന സമയത്ത് ഇടതുഭാഗത്തുനിന്നും വലതുഭാഗത്തുനിന്ന് നോക്കുന്നുള്ള മാറ്റേ കാണുള്ളൂ. ഒരേ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരേ ഭാവം തന്നെ കാണുള്ളൂ മിക്കവാറും. എന്നാൽ ഒരേ ഭഗവാനിൽ തന്നെ പല ഭാവങ്ങൾ പല രസങ്ങളും ഭക്തന്മാർ ദർശിക്കുന്ന ദിവ്യമായ ലീലയാണ്. അത് വ്യക്തമായി കാണിക്കുന്ന ഭാഗമാണ് മധുര ലീലകളിൽ. അതുമാത്രമല്ല, മധുര ഭഗവാൻ എത്ര നിത്യം സന്നിഹിതോ ഹരി. ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണ് മധുര എന്ന്. ബാക്കിയുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണ് മധുര. കൃഷ്ണാവതാരത്തിനും എത്രയോ മുമ്പ്, ശ്രീരാമാവതാരത്തിന് ശേഷം തന്നെ മധുരയ്ക്ക് മാഹാത്മ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചില ദുഷ്ടന്മാരായ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് മധുരയ്ക്ക് ഭഗവാൻ ദിവ്യമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഭഗവാൻ ദിവ്യമായ സാന്നിധ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീഹരി മധുരയിൽ എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെങ്കിലും വിഭൂതി യോഗത്തിലൂടെ എവിടെ എവിടെ പ്രാധാന്യമുള്ളത് ഭഗവാനായിട്ട് ആദ്യം ഭക്തന്മാർ കാണുന്നുണ്ടോ? ക്ഷേത്രങ്ങളിലെ ഒരു മാഹാത്മ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സത്രത്തിൽ തന്നെ, സത്രവേദിയിൽ തന്നെ ഒരു ഭാഗത്ത് ഭഗവാന്റെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ച് വയ്ക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ തൊഴുന്നു, അർച്ചന നടത്തുന്നു. അവിടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാവുന്നു. എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് അനുഭവമായിത്തീരുന്നു. അതുപോലെ ലോകത്തിന് പ്രത്യേകമായിട്ട് അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ദിവ്യമായ സാന്നിധ്യം ചെയ്ത സ്ഥലമാണ് മധുര. മധുവനത്തിലെ ദിവ്യമായ മധുര പുരി. അതിദിവ്യമായിട്ടുള്ള പട്ടണമായിരുന്നു. പിന്നെ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം വന്നപ്പോഴേക്കും ഒന്നുകൂടി ഇതിൻ്റെ മാറ്റുകൂടി, ഒന്നുകൂടി ചൈതന്യം കൂടി. അത് കഴിഞ്ഞ് ഭഗവാൻ മധുരാലീലകൾക്ക് ശേഷം ദ്വാരകയിലേക്ക് യാത്രയായി. പിന്നെ വീണ്ടും ആളൊഴിഞ്ഞു കിടക്കുകയാണത്രേ. ആളില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാഹാത്മ്യം കുറയില്ല. ഭഗവാൻ പ്രത്യക്ഷ സാന്നിധ്യം ചെയ്തത് പിന്നെ ദ്വാരകയിലായതുകൊണ്ട് മധുരയിൽ ആരും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം വീണ്ടും ആ ദ്വാരക തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ പിന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയി. വീണ്ടും മധുരയെ ഭക്തന്മാര് ഉദ്ധരിക്കുന്നു. വജ്രനാഭം തുടങ്ങിയിട്ടുള്ള ഭരണാധികാരികൾ വീണ്ടും ഉദ്ധരിക്കുന്നു. എങ്ങനെയാണ് ഉദ്ധരിക്കേണ്ടത് എന്ന് ശാണ്ഡില്യ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും മധുരാപട്ടണത്തെ ഉദ്ധരിക്കുന്ന സമയത്ത് എവിടെയാണോ ഭഗവാന്റെ കഥകൾ മുഴങ്ങുന്നത്, എവിടെയാണോ ഭഗവാനെ ഉപാസിക്കുന്നത്, എവിടെയാണോ ഭഗവാന്റെ തിരുനാമങ്ങൾ മുഴങ്ങുന്നത്, അവിടെയാണ് ഭഗവാൻ സാന്നിധ്യം ഉണ്ടാവുക, അവിടെയാണ് ഉയർച്ച ഉണ്ടാവുക. അതുകൊണ്ട് അതൊക്കെ ചെയ്താൽ മതി എന്നാണ് മധുരയെ ഉദ്ധരിക്കാനായിട്ട് ശാണ്ഡില്യ മഹർഷി നിർദ്ദേശിക്കുന്നത്. ഇത് മധുരയുടെ കാര്യം മാത്രമല്ല, ഏത് ദേശവും ഉദ്ധരിക്കപ്പെടണമെങ്കിൽ
ഈ പർളിക്കാട് എങ്ങനെയാ ഉദ്ധരിക്കപ്പെട്ടത്? നിത്യമായ ഭഗവത് കഥാമൃതം മുഴങ്ങിയതുകൊണ്ട്, സ്ഥിരമായിട്ട് ഒരേ വേദിയിൽ ഭഗവത് കഥാമൃതം മുഴങ്ങിയതുകൊണ്ട്, തിരുനാമങ്ങൾ മുഴങ്ങിയതുകൊണ്ട്, ഈ ശ്രീമദ് ഭാഗവത സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇവിടെ ഓടി വരുന്നത് കൊണ്ട് ഈ പ്രദേശത്തിനും മഹത്വം ഉണ്ടാവുന്നു. ഏത് ദേശത്തിനും അങ്ങനെ മഹത്വം ഉണ്ടാവാം. അങ്ങനെ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മധുരാലീലകളിലേക്ക് നമുക്കും പ്രവേശിക്കാൻ ഭഗവാൻ അനുഗ്രഹം നൽകി. വൃന്ദാവനവാസികളെയൊക്കെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് അക്രൂരന്റെ കൂടെ ഭഗവാൻ മധുരയിലേക്ക് യാത്രയായി. ഗോവിന്ദ ദാമോദര മാധവ എന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് വൃന്ദാവനവാസികൾ ഭഗവാനെ യാത്രയാക്കിയത്. ആ യാത്രയിൽ മധ്യാഹ്ന സ്നാന സമയത്ത് അക്രൂരന് ഭഗവാൻ ദിവ്യമായ ദർശനം കൊടുത്തു. വെള്ളത്തിലിറങ്ങിയ അക്രൂരൻ ഭഗവാനെ കണ്ട്, അനന്തപത്മനാഭനായിട്ട് ഭഗവാനെ കണ്ട് ഭക്തിയോടുകൂടി സ്തുതിച്ച് വീണ്ടും കരയ്ക്ക് കയറി തേരിലിരിക്കുക രാമകൃഷ്ണന്മാര്. തേരിലിരിക്കുന്ന രാമകൃഷ്ണന്മാരുടെ ദിവ്യമായ സ്വരൂപം അനുഭവമായതാണ്. വെള്ളത്തിൽ വെച്ച് ഭഗവാൻ താൻ ആരാണെന്ന് ദർശനം കൊടുത്തതാണ്. അതുകൊണ്ട് രോമാഞ്ച കഞ്ചുക അണിഞ്ഞുകൊണ്ട് കോരിത്തരിച്ചുകൊണ്ടാണ് അത്ര തേരിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ആ പ്രകൃതമൊക്കെ കണ്ടപ്പോ ഭഗവാൻ ചോദിച്ചു അക്രൂരനോട്, വെള്ളത്തിൽ എന്തെങ്കിലും അത്ഭുതം കണ്ടു? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ രോമാഞ്ചമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ തണുപ്പുണ്ടോ? കിമു ശീതളിമാജലേ, വല്ലാത്ത തണുപ്പുണ്ടോ? രോമാഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഭഗവാനോട് പറഞ്ഞു അക്രൂരൻ, നിങ്ങളെ കണ്ട അതിനേക്കാളും വലിയ അത്ഭുതമൊന്നുമില്ല. അത്ഭുതം വല്ലതും കണ്ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിലോ ജലത്തിലോ ആണ് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഭൂമിയിലോ വെള്ളത്തിലോ ഒക്കെയാണ് അത്ഭുതങ്ങൾ കാണാൻ പറ്റുക. സകല ലോകങ്ങളും ഏതൊരു ഭഗവാനിലിരിക്കുന്നുവോ ആ ഭഗവാനെ കണ്ടാൽ പിന്നെ വേറെ അത്ഭുതമൊന്നും കാണാനില്ല. അത്ഭുതം എവിടുന്ന കാണുന്ന നമ്മുടെ കണ്ണുകൊണ്ട് ഭൂമിയിലോ അതുപോലെയുള്ള ഈ പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ജലത്തില് സ്ഥലത്തിലൊക്കെയാണ്. ഇത് മുഴുവൻ ഭഗവാനിലിരിക്കുകയാണ്. ആ ഭഗവാനെ മുഴുവനായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല അത്ഭുതം കാണാനുണ്ടല്ലോ ജീവിതത്തിൽ? ബാക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് മധുരയുടെ ഒരു ഉപവനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഞങ്ങളിവിടെ ഇറക്കിക്കോളൂ, പതുക്കെ വരാം, പിന്നാലെ അങ്ങ് മുമ്പിൽ പൊക്കോളൂ, പോയിട്ട് ചക്രവർത്തിയോട് ഞങ്ങളൊക്കെ വന്നു എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചോളൂ, ഞങ്ങളിവിടെ ഉപവനത്തില് സത്രത്തിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കാണ്. അല്ല, എൻ്റെ ഗൃഹത്തിലേക്ക് ഒന്ന് വരണം. ഭഗവാൻ പറഞ്ഞു, ഇപ്പോഴല്ല അതിന് സമയം. ഇപ്പോ ഒരു കാര്യത്തിന് വന്നാൽ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ രാജ്യകാര്യത്തിന് വേണ്ട വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് വേറെ സൽക്കാരമൊന്നും സ്വീകരിക്കാൻ പാടില്ല. നമ്മളാണെങ്കിൽ നേരെ വിരുദ്ധ പതിവ്. നമ്മളെ ഭരണാധികാരികളോ നമ്മളെപ്പോലുള്ളവരൊക്കെ നേരെ വിരുദ്ധ പതിവ്. രാജ്യകാര്യത്തിന് പോയിട്ട് ബാക്കിയുള്ള സ്വന്തം കാര്യമൊക്കെ നടത്തിയിട്ട് രാജ്യക്കാർക്ക് പിന്നെ ആലോചിക്കാന്ന്. ഇവിടെ പോയി ലോകത്തിന് ശ്രേയസ്സിന് വേണ്ടി ഒരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ വ്യക്തികളുടെ സൽക്കാരമൊക്കെ സ്വീകരിക്കാൻ പോവാം. അതുകൊണ്ട് ആദ്യം അക്രൂരഭം പൊക്കോളൂ എന്നുള്ള ഭാവത്തില് അച്ഛൻ്റെ അനിയനെ അപ്പം എന്നൊക്കെ വിളിക്കാലോ, അച്ഛൻ്റെ അനിയൻ്റെ സ്ഥാനമാണല്ലോ, അദ്ദേഹത്തിനെ യാത്രയാക്കുന്നു. അദ്ദേഹമാണെങ്കിൽ കുറച്ചു നേരാണ് ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ആ ശ്രീകൃഷ്ണ ഭഗവാനെ വിട്ടുപിരിയാൻ ബുദ്ധിമുട്ട്. വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ വീണ്ടും നമസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാവുന്നത്. അത് കഴിഞ്ഞു. സന്ധ്യാസമയമൊക്കെ ആയപ്പോഴേക്കും ഭഗവാൻ മധുരാപട്ടണം കാണാനായിട്ട് പുറപ്പെട്ടു. മധുരമായ ഭഗവാന്റെ സ്വരൂപം അങ്ങനെ അവിടെ ഭക്തന്മാർക്കൊക്കെ അനുഭവമായി കാണാൻ പാകത്തിന്. എന്തിനാണ് ഈ കൃഷ്ണകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദശമസ്കന്ധത്തില്? ഈ സ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ നിരോധം എന്നാണ്. പതഞ്ജലി മഹർഷി പറയുന്നു, യോഗ ചിത്തവൃത്തി നിരോധ എന്ന്. അപ്പൊ ചിത്തവൃത്തി നിരോധത്തെ അവിടെ സാധ്യമാക്കി തീർക്കുകയാണ്. ലൗകിക വൈദിക കർമ്മങ്ങളുടെ ന്യാസമാണ് നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈദികങ്ങളോ ലൗകികങ്ങളോ എന്ന് ഭേദബുദ്ധിയില്ലാതെ എല്ലാ കർമ്മപ്രാരബ്ധങ്ങളും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നു ഈ ദിവ്യമായിട്ടുള്ള കൃഷ്ണകഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത്. പക്ഷെ നമ്മളെന്തൊക്കെ, നമ്മുടെ അഭിമാനം എന്താ? സാധാരണ ജീവിതത്തിൽ വൈദികം ലൗകികം ഈ കർമ്മങ്ങളുണ്ട്. ലൗകിക കർമ്മങ്ങള് നമ്മൾ ഉപേക്ഷിക്കണം. വൈദിക കർമ്മങ്ങള് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകണം. പൂർവികരായിട്ടുള്ള ആചാര്യന്മാര്
വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മനഃശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരയോ അലൗകികമുപായം യോ ഗ്രന്ഥ വേദയതി സ വേദ. ഇഷ്ടപ്രാപ്തിക്ക് അനിഷ്ടപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് അലൗകികമായിട്ടുള്ള ഉപായം ഏത് ഗ്രന്ഥമാണോ നമ്മളെ നിർദ്ദേശിക്കുന്നത് ആ ഗ്രന്ഥത്തിന് വേദം എന്ന് പറയുക. അങ്ങനെ വൈദികമായ കർമ്മങ്ങൾ, ആ അലൗകികമായ ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളത്, അതൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകലുണ്ടായത്, നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. സന്ധ്യാവന്ദനാദികൾ മിനിമം ചുരുങ്ങിയ തുടക്കം, സന്ധ്യാവന്ദനം തുടങ്ങിയിട്ടുള്ള വൈദിക കർമ്മങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. അതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ കൃത്യമായിട്ട് ചായ കഴിക്കുക, ഊണ് കഴിക്കുക, അതൊക്കെ സമയം ഒരു മിനിറ്റ് മാറിയ അപ്പോൾ തലവേദനയാണ്. അതൊന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായില്ല. അതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ലൗകിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ക്രമേണ വൈദിക കർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോവുക വേണ്ടത്. നേരെ വിപരീതമാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. പക്ഷെ ഭഗവാന്റെ മധുരമായ കഥകളിലൂടെയാണ് വന്നു കഴിഞ്ഞാലോ ലൗകികമെന്നോ വൈദികമെന്നോ ഭേദബുദ്ധിയില്ലാതെ എല്ലാ കർമ്മപ്രാരബ്ധങ്ങളും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നു. അപ്പൊ അതാണ് യോഗ. മധുരമായ കൃഷ്ണകഥകളിലൂടെ കടന്നു പോവേ വേണ്ടൂ. ആ നിരോധം സാധ്യമാക്കി തീർക്കുന്നു. ഭഗവാൻ കൂട്ടുകാരോട് കൂടിയിട്ട്, ഗോപന്മാരോട് കൂടിയിട്ട് സന്ധ്യാസമയത്ത് ഏകദേശം സന്ധ്യയ്ക്കാവുമ്പോഴേക്കും മധുരാപട്ടണം കാണാനായിട്ട് പുറപ്പെടുകയാണ്. മനോഹരമായിട്ടുള്ള മധുരാപട്ടണം, വളരെ പ്രാചീനമായിട്ടുള്ള, നേരത്തെ പറഞ്ഞില്ലേ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ദിവ്യ സാന്നിധ്യമുള്ള പട്ടണമാണ്. ഈ ഗോപന്മാരെ ഇടയന്മാര് കാട്ടുന്ന ഇതുവരെ പുറത്തു വന്നിട്ടില്ല, നേരാവണൊരു പട്ടണം കണ്ടിട്ടില്ല. എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ഭഗവാൻ പട്ടണം കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അതോ മനോഹരമായിട്ടുള്ള പട്ടണം. അപ്പോഴേക്കും ജനങ്ങളൊക്കെ തിക്കിക്കൂടി. ഇത്രേ അവർ ധാരാളമായിട്ട് കൃഷ്ണകഥകള് വൃന്ദാവനത്തിലും ഒക്കെ ഭഗവാൻ ചെയ്ത, വ്രജഭൂമിയിലെ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണകഥകള്. വ്രജഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ന് പോയാൽ നമുക്ക് കാണാം 252 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തിനാണ് വ്രജഭൂമി എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വനങ്ങളുണ്ട്. അതിൽ മധുവനത്തിലാണ് ദിവ്യമായിട്ടുള്ള മധുര പട്ടണം. ബാക്കിയുള്ള വൃന്ദാവനവും അതുപോലെ താലവനം, ഭാണ്ഡീരകവനം, കുറേ വനങ്ങൾ ഇന്നും പോയാൽ നമുക്ക് കാണാം. ഈ വനം എന്ന് പേരുള്ള സ്ഥലങ്ങൾ ഇന്ന് പോയാൽ കാണാം എന്ന് പറയാം. അപ്പൊ അതില് വൃന്ദാവനത്ത് നിന്ന് കാട്ടിൽ മാത്രം താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആദ്യമായിട്ട് പട്ടണം കാണാൻ വന്നിരിക്കുകയാണ്. അതും സ്വന്തം ചെലവിലൊന്നുമല്ല, ചക്രവർത്തിയുടെ ചെലവില്. ധനുര്യാഗം നിശ്ചയിച്ചിരിക്കുന്നു ചക്രവർത്തി. ആ ചക്രവർത്തിയുടെ ചെലവില് പട്ടണം കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സൗകര്യമല്ലേ. അങ്ങനെ ആ സാധുക്കളായിട്ടുള്ള ഗോപന്മാര് പട്ടണം കാണാൻ വേണ്ടി പുറപ്പെട്ടു. നല്ലൊരു അവസരമാണ്. മനോഹരമായിട്ടുള്ള പട്ടണം അങ്ങനെ കണ്ടുകൊണ്ട്, വലിയ വലിയ മാളികകള്, രാജ്യവീഥി ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് രണ്ട് ഭാഗത്തും ജനങ്ങൾ തിക്കിത്തിരക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു നോട്ടം കാണാൻ വേണ്ടിയിട്ട്. ധാരാളം കൃഷ്ണകഥകള് പറഞ്ഞെന്ന് കേട്ട് ഭഗവാന്റെ സൗന്ദര്യം, ആ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം, ലോകത്തിൽ ഒരിക്കലും കാണാത്ത ദിവ്യമായ സൗന്ദര്യം കാണാനായിട്ട് ജനങ്ങള്, ആ പുരവാസികളൊക്കെ അങ്ങനെ രണ്ടു ഭാഗത്തും തിക്കിത്തിരക്കി നിൽക്കുന്നുണ്ട്. ഭഗവാൻ അവരെയൊക്കെ കടാക്ഷം കൊണ്ടും ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എതിരെ രംഗകാരൻ, ഒരു അലക്കുകാരൻ എതിരെ വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ രണ്ടു ഭാഗത്തും ജനങ്ങൾ ഭഗവാനെ ഇങ്ങനെ സ്വീകരിക്കുന്നു. വിവിധങ്ങളാകുന്ന മംഗളപദാർത്ഥങ്ങളൊക്കെ വെച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കും തിരക്കുമാണ്. ഒരു ഭയവും ഇല്ലാതെയാണ് ഇപ്പൊ ജനങ്ങള് ഭഗവാനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുദിതരായിട്ടാണ് അവർ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. പ്രമുദിത എന്നുള്ള വാക്കിന് പോലും അവിടെ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? ഇവർക്ക് സാധാരണ നിലയ്ക്ക് ഇവർ ഭയപ്പെടേണ്ടവരാണ്. ചക്രവർത്തി കംസനെ ഭയപ്പെടേണ്ടവരാണ്. ആ കംസനെ പേടിച്ച് ഇവരൊക്കെ കൃഷ്ണൻ വരുന്ന സമയത്ത് കാണാൻ മടി കാണിക്കേണ്ടവരാണ്. പക്ഷെ അതൊക്കെ മാറ്റി ഭഗവാനെയാണ് കാണുമ്പോഴേക്കും സകല ഭയവും വിട്ട് അവർ ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി. ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ, ഭഗവാൻ ദർശനം കൊണ്ട് തന്നെ എല്ലാ ഭയവും തീർന്ന്. അങ്ങനെയാണെങ്കിൽ അഭയം പ്രാപിക്കേണ്ടത് ഭഗവാനെയല്ലേ? അറിഞ്ഞോ അറിയാതെയോ ആ പുരവാസികൾ ഭഗവാനെ ഒന്ന് ദർശിക്കുമ്പോഴേക്കും അവരുടേതായിട്ടുള്ള ഭയങ്ങളൊക്കെ നീങ്ങിയെങ്കിൽ നമ്മളും ജീവിതത്തിലെ മരണഭയവും ഏറ്റവും വലിയ ഭയമായിട്ടുള്ള മരണഭയം
തീരാനായിട്ടും ഒക്കെ ഭഗവാനെയാണ് സ്മരിക്കേണ്ടതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആ പ്രമുദിത എന്നുള്ള പദമൊക്കെ അവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണിതാ രംഗകാരം, അലക്കുകാരൻ, രംഗകാരൻ എന്നാണ്. വെറും അലക്കുകാരൻ മാത്രമല്ല, രംഗകാരൻ. വസ്ത്രമൊക്കെ നന്നായിട്ട് അലക്കി കൊടുക്കുന്നു മാത്രമല്ല, അതിന് നല്ല കരയും ഒക്കെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരെയാണ് രംഗകാരൻ എന്ന് പറയാം. ആ രംഗകാരൻ, രജകൻ മുമ്പിൽ കടന്നു വരുന്നു. ധാരാളം ചോദിച്ചു ഭഗവാൻ പിടിച്ചു നിർത്തിയിട്ട്, ഇതൊക്കെ എന്താ? ഭാണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ, എന്താ അതൊക്കെ? അപ്പൊ ഇതൊക്കെ കംസന് അലക്കി കൊടുക്കുന്ന വസ്ത്രങ്ങളാണ്, ദിവ്യമായ രാജ്യവസ്ത്രങ്ങളാണ്. അത് കംസന് കൊണ്ടു കൊടുക്കുക. എന്നാ ഞങ്ങൾക്ക് തരൂ. ഭഗവാൻ നാണമില്ലാതെ ചോദിച്ചു എന്നാണ്. ഭഗവാന്, ജഗദീശ്വരനായ ഭഗവാൻ വസ്ത്രം തരുമോ എന്നൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിച്ചാലെങ്കിലും തരുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എന്തും ഭഗവാൻ ചോദിക്കാതെ ഭഗവാൻ സമർപ്പിക്കുക വേണ്ടത്. ജീവിതത്തിൽ എന്തും ഭഗവാന്റെ പ്രസാദമായിട്ട് അനുഭവിക്കുക വേണ്ടത്. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാര് അല്ലെങ്കിൽ പൂർവികരൊക്കെ അവർക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ആനന്ദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായിട്ട് കഴിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ പ്രസാദമായിട്ട് കഴിക്കുന്നതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഭാവനയ്ക്ക് മാറ്റം വന്നു. ഭഗവാന്റെ പ്രസാദം. ഇനി കഴിവുള്ളവരാണെങ്കിൽ സമർപ്പിക്കുക, കഴിവില്ലാത്തവരോ? സജ്ജനങ്ങളാണെങ്കിൽ കഴിവില്ലെങ്കിലും പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഏതാണോ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് അതൊക്കെ ഭഗവാൻ സ്വീകരിക്കാറുണ്ട്. വഴിയിൽ കിട്ടി അതിങ്ങനെയല്ല, വേറെ ഒന്നും തരാനില്ല ഭഗവാന് എന്നുള്ള ഭാവത്തിൽ സമർപ്പിക്കാറുണ്ട് ഭക്തിയോട് കൂടിയിട്ട്, കഴിവില്ലാത്തവര് സജ്ജനങ്ങളാണെങ്കിൽ. എന്നാൽ ദുർജനങ്ങളോ കഴിവുണ്ടായാലും സമർപ്പിക്കില്ല. അതൊന്നും ഭഗവാൻ കാണിച്ചു തന്നതാ. ഇയാൾക്ക് അത്യാവശ്യം നല്ല വസ്ത്രമൊക്കെ കയ്യിലുണ്ട്, ഞങ്ങളുടെയൊക്കെ വസ്ത്രമൊക്കെ ആകെ മുഷിഞ്ഞു പോയി, ഒരു വസ്ത്രം തരുമോ ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറായില്ല. അത് മാത്രം തട്ടിക്കേറി ഭഗവാനോട്, നിങ്ങൾക്കോ ഈ രാജാവിന്റെ വസ്ത്രമൊക്കെ നിങ്ങൾക്കോ, അടിയ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നേരെ തട്ടിക്കയറി. എന്നാൽ ശരിയേക്കാം. ഭഗവാൻ കയ്യെ പരത്തിലൊറ്റ വെട്ട്, പൂവൊക്കെ നുള്ളി എടുക്കുന്ന പോലെ കരാഗ്രേണ നഖം കൊണ്ട് നുള്ളിയെടുത്തു അത്രേ. തല, ആ രജകന്റെ തലയാണ് നുള്ളിയെടുത്തു. അപ്പോഴേക്കും കൂടെ വരുന്നവരൊക്കെ പേടിച്ചോടി, വസ്ത്രങ്ങളൊക്കെ പേടിച്ചോടി വസ്ത്രമൊക്കെ എടുത്ത് ഭഗവാൻ ധരിക്കുന്നു. അപ്പൊ ദുർജനങ്ങളും സജ്ജനങ്ങളും രണ്ട് ഭാഗക്കാരുണ്ട്. ദുർജനങ്ങളാണെങ്കിൽ കയ്യിൽ ഉള്ളത് പോലും കൊടുക്കില്ല. സജ്ജനങ്ങളാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും എവിടുന്നെങ്കിലും ഒരു തുള്ളി വെള്ളം ഏതെങ്കിലും ജലാശയത്തിൽ പോയിട്ട് ഒരു പിടി കയ്യിൽ വെള്ളം എടുത്ത് ഭഗവാൻ സമർപ്പിക്കുകയാണ്. സ്വന്തം ഒന്നല്ല, എന്നാലും ഇതല്ലൂ ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ള ഭാവത്തിൽ സമർപ്പിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പൊ രജകന്റെ കഥയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അക്രൂരന്റെ കഥയായിരുന്നു. രണ്ടുപേരും കംസമന്ത്രിമാരാ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സാഹചര്യമാണ് എന്നെ എങ്ങനെ മാറ്റിമറിച്ചതെന്ന്. സാഹചര്യം എങ്ങനെയാണെങ്കിലും നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം മാറാവുന്നതേ ഉള്ളൂ. രജകനും കംസന്റെ കിങ്കരനാണ്. അതുപോലെ അക്രൂരനും കംസ ഭൃത്യനാണ്, കംസന്റെ മന്ത്രിയാണ്. പക്ഷേ രജകൻ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടും മാറ്റം വന്നില്ല. എന്നാൽ സജ്ജനങ്ങൾക്ക് സ്വയം ആ ദുസ്സംഗം കൊണ്ടുള്ള ദോഷത്തെ സജ്ജനങ്ങൾ സ്വയം അതിജീവിക്കും, ഭഗവത് സ്മരണ കൊണ്ട് അതിജീവിക്കും. അക്രൂരൻ അങ്ങനെയാണ്. കംസന്റെ ഭൃത്യനാണെങ്കിലും അതിന് അതിജീവിച്ച് ഭഗവാനിലേക്ക് മനസ്സുറപ്പിച്ചു, ഭഗവാനെ വേണ്ടി നമസ്കരിച്ചു. ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കംസൻ പോലും കാരണമായി തീർന്നു അക്രൂരന് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. രജകന്റെ കാര്യം യഥാ രാജ തഥാ പ്രജ, അതുപോലെ ആ കംസനെ പോലെ തന്നെയായി രജകനും. അപ്പോ മുഴുവൻ സാഹചര്യങ്ങളും മാത്രമല്ല നമ്മളെ അബദ്ധത്തിലേക്ക് നയിക്കുന്നത്. സ്വയം നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും സ്വയം വിവേകത്തോടു കൂടിയിട്ട് ചിന്തിച്ചുകൊണ്ടും വിചാരം കൊണ്ടും ഒക്കെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് എന്നൊക്കെ ഉറപ്പിച്ചു. അങ്ങനെയാണല്ലോ, വെള്ളത്തിൽ നിൽക്കുകയാണ് താമരയുടെ ഇല, അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ പറ്റി പിടിക്കാറില്ല, വെള്ളം ഒലിച്ചു പോകുന്നു. ഇതുപോലെ മനസ്സിനെ ശുദ്ധമാക്കി ഭഗവത് സ്വരൂപത്തിലേക്ക് ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ, ഏത് ദുർജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് ബോധിപ്പിക്കുന്നു. അങ്ങനെ കംസനെ അനുഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് ആ വസ്ത്രമൊക്കെ മനോഹരമായിട്ട് തുന്നിക്കൊടുത്ത ഒരു വായകൻ അഥവാ തുന്നൽക്കാരൻ മനോഹരമായി തുന്നിക്കൊടുത്തു.
ഈ തുന്നിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം കൈകളിലും കഴുത്തിലും ഒരുപാട് തുണികളെ കൊണ്ട്, തുണിക്കഷ്ണങ്ങളെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ഇപ്പൊ ഇനി മല്ലയുദ്ധത്തിലേക്കേ പോകുന്നത്. അവിടെ സ്വർണ്ണാഭരണങ്ങളൊന്നും പ്രസക്തിയില്ലാത്തതാണ്. അവിടെ വേണ്ടത് ഈ തുണി കൊണ്ടുള്ള വസ്ത്രവും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് തുന്നൽക്കാരൻ കൊടുത്തതായിട്ടുള്ള ആ വസ്ത്രമൊക്കെ ഭഗവാൻ സ്വീകരിച്ചു. ഈ വൃന്ദാവനത്തിൽ തുടങ്ങിയ ഭഗവാന്റെ ഈ ലീലകള്. കാചകുഞ്ചാമണി സ്വർണ്ണ ഭൂഷിത അപ്യഭൂഷയൻ. അമ്മ കാലത്ത് യശോദമ്മ ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിച്ച് കാട്ടിലേക്ക് അയച്ചാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗോപന്മാര് കൃഷ്ണന്റെ ആ ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി ചെവിയിലാണെങ്കിൽ നല്ല കർണികാര പുഷ്പങ്ങളൊക്കെ അണിയിക്കും. ധാരാളം മാല കോർത്ത് വനമാല ചാർത്തും ഭഗവാന്. ആ ഭഗവാൻ ഒന്നുകൂടി തിളക്കുണ്ടാവും അത്രേ. സ്വർണ്ണമാല കൊണ്ടുള്ള തിളക്കത്തിനേക്കാളും കൂടുതൽ തിളക്കുണ്ടാവും ഭഗവാന് ആ മധുരമധുരമായിട്ടുള്ള ഗോപന്മാർ കൊടുക്കുന്ന പൂമാലകളെ കൊണ്ടുമൊക്കെയുള്ള അലങ്കാരത്തിന്. അതുപോലെ ഇപ്പോഴും ഈ ഭക്തിയോട് കൂടിയിട്ട് നായകൻ നടത്തിയ തുന്നൽക്കാരൻ കൊടുത്ത ആ ആഭരണങ്ങള് ഭഗവാന് വളരെ ഇഷ്ടമായി എന്ന് മാത്രമല്ല അയാൾക്കും നല്ല അനുഗ്രഹം കൊടുത്തു. ഏത് കാലത്തും സമൃദ്ധി ഉണ്ടാവട്ടെ. ശേഷം സാരൂപ്യവും നൽകിക്കൊണ്ട് ഭഗവാന്റെ തന്നെ സ്വരൂപവും നൽകിക്കൊണ്ടാണ് അനുഗ്രഹം നൽകുന്നത്. വീണ്ടും ഗോപന്മാരോട് കൂടിയിട്ട് മധുരാപട്ടണം കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുദാമാവ് സുദാംനോ ഭവനം, സുദാമാവിന്റെ ഭവനത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. വർഷങ്ങളായിട്ട് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് കേട്ട് ദിവസവും ഭഗവാന് മാല കെട്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലാകാരസ്യ ജഗ്മതു ആ ഗൃഹത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അങ്ങോട്ട് കയറി ചെല്ലാണ് ഭഗവാൻ ആ ഭക്തന്റെ ഗൃഹത്തിലേക്ക്. ദിവസവും ഭഗവാന് മാല കെട്ടി സമർപ്പിക്കുന്ന കാര്യം ജഗദീശ്വരനായ ഭഗവാൻ അറിയാതിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് ഇന്ന് അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. ആ മാലയൊക്കെ സ്വീകരിച്ചു. അയാളെ അനുഗ്രഹിക്കുന്നു. അത് മാത്രമല്ല ഇരിക്കാനുള്ള പീഠം, അതുപോലെ അർഘ്യങ്ങള് ഒക്കെ നൽകിക്കൊണ്ട് ഭഗവാനെ വിധിയാവണ്ണം പൂജിച്ചു ആ പരമഭാഗവതൻ എന്ന് പറയട്ടെ. എന്നിട്ട് പറയാണ്, എന്റെ ജന്മം ഇന്ന് സഫലമായിത്തീരുന്നു, എന്റെ പിതൃക്കള് തുഷ്ടരായിത്തീർന്നിരിക്കുന്നു. പിതൃക്കള് ദേവന്മാര് ഋഷിമാര് പിതൃദേവഋഷയോ മഹ്യം ദുഷ്ടാഹ്യാഗമനേന. ഭഗവാന്റെ ആഗമനം കൊണ്ട് പിതൃക്കളും ദേവന്മാരും ഋഷിമാരും ഒക്കെ തൃപ്തരായിരിക്കുന്നു. നമുക്കൊക്കെ 3 കടപ്പാടുണ്ട്: പിതൃകടം, ഋഷികടം, ദേവകടം. പിതൃകടം പുത്രന്മാരിലൂടെയും അല്ലെങ്കിൽ ശ്രാദ്ധാദികളിലൂടെയും, ദേവകടം യജ്ഞങ്ങളിലൂടെയും, ഋഷികടം അധ്യയനത്തിലൂടെയാണ് തീരുക. വേദാധ്യയനത്തിലൂടെയും ഒക്കെ തീരുന്നതാണ് ഈ കടപ്പാടുകളൊക്കെ. അതൊക്കെ ചെയ്ത ഫലമാണ് ഇതാ ഭഗവാൻ ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നു. നമുക്കും എത്രയോ കാലം പിതൃഘടവും ഋഷിഘടവും ദേവഘടവും ഒക്കെ തീർക്കാൻ പാകത്തിന് ഉപാസന ചെയ്യുമ്പോഴാണ്, ധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് ഭാഗവത സ്വരൂപനായ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് ഓടി വരിക, അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് വരിക. ഭാഗവതത്തിലെ ഓരോ മന്ത്രങ്ങളിലൂടെയും കടന്നു പോകാൻ, അഥവാ ഭാഗവത സ്വരൂപനായ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും ഓടി വരിക. ഇതുപോലെ നമുക്ക് ചെയ്യേണ്ടതായ ധർമ്മ വ്യവസ്ഥകള് വേണ്ട പോലെ ആക്കി തീർക്കുമ്പോഴാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ മാലാകാരനെ അനുഗ്രഹിക്കുന്നു. ചോദിച്ചു, ഭഗവാൻ അവതീർണ സ്വരൂപനാണെന്ന് മനസ്സിലാക്കി നമസ്കരിച്ച് ലക്ഷ്മിവതിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ മാലാകാരനോട് ചോദിക്കുകയാണ്, സുധാമാവിനോട് ചോദിക്കുകയാണ്, എന്താ വരം വേണ്ട ചോദിച്ചോളൂ, എന്തും തരാൻ എനിക്ക് യാതൊരു മടിയില്ല. രജകനോടും ഒക്കെ പറഞ്ഞ പോലെ അങ്ങേക്ക് ഐശ്വര്യണ്ടാവും, സംശയമില്ല, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ലക്ഷ്മിപതിയായിട്ടുള്ള ഭഗവാനോട് എന്താ ചോദിച്ചത്? വേറെ ഒന്നും വേണ്ട. വവ്രേ അചലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മനി. അഖിലാത്മാവായ സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളില് അചഞ്ചലയായ ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വീണ് നമസ്കരിക്കുന്നു. ആ ഭക്തി ഉണ്ടാവാൻ, പ്രേമസ്വരൂപിണിയായ വളരെ ഹൃദ്യമായ ആ സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള ഭക്തി, അതിന്റെ അനുഭവം ഉണ്ടാവാൻ എന്തൊക്കെയാണ് വേണ്ടത്? അതിന് തൽ ഭക്തേഷു ച സൗഹാർദ്ദം, ആ ഭക്തന്മാരോടുള്ള സൗഹാർദ്ദം അഥവാ സത്സംഗം ഉണ്ടാവണം. പിന്നെന്താ വേണ്ടത്? ഭൂതേഷു ച ദയാംബരാം, സകല ജീവരാശികളോടും ദയ ഉണ്ടാവണം. ഈ 2 കാര്യം കൊണ്ട് തന്നെ സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഭക്തി ഉണ്ടാവും തിരിച്ചറിഞ്ഞുകൊണ്ട് അതാണ് വരം ചോദിച്ചത്. എല്ലാം നൽകി ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുന്നു. പിന്നെയും
യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, മഥുരാപട്ടണം കൊണ്ടു പോകുന്ന സമയത്താണ് എതിരെ ഒരു ഭാഗത്ത് കാണാണ്ട് ഒരു ത്രിവക്ര 3 കൂനുള്ള സൈരന്ധ്രി എന്നിവരായ സ്ത്രീ. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുഖത്ത് നല്ല സൗന്ദര്യമുണ്ട്, യൗവനയുക്തിയാണ്, പക്ഷെ 3 വളവാണ്. ആ 3 വളവ് കണ്ടപ്പോൾ ഭഗവാൻ ചിരിച്ചു അത്രേ. അത് ചിരിച്ചു കഴിയുമ്പോൾ ഒരേ ഭഗവാന്റെ ഒരു ചിരി, ഒരു പുഞ്ചിരി. ചിലർക്ക് തോന്നി, ചിലരുടെ മനസ്സിൽ എന്താ വന്നത്, ആ ചിരി കണ്ടപ്പോൾ പരിഹാസം തോന്നി. 3 വളവ് കണ്ട പരിഹാസം തോന്നി. എന്നാൽ കുറച്ച് യോഗ്യന്മാരായിട്ട് ആൾക്കാരുണ്ട്, അവർക്ക് തോന്നി, അത്ഭുതം തോന്നി. ഭഗവാൻ ചിരിച്ചുവെങ്കിൽ ഇനി എന്തോ അത്ഭുതം നടക്കാൻ പോകുന്നു, അവർക്ക് ഉറപ്പായി. എന്നാൽ ആ സ്ത്രീക്കോ ആ ഭഗവാന്റെ പുഞ്ചിരി കൊണ്ട് ഹൃദയത്തിൽ ഭഗവാനോട് അനുരാഗമാണ് ഉണ്ടായത്, ഭഗവാനോട് പ്രേമുണ്ടായി എന്നർത്ഥം. ഒരേ ചിരി കൊണ്ട് തന്നെ പലർക്കും പല ഭാവങ്ങളുണ്ടായത്. ഇത് ഭഗവാൻ കൊണ്ടുവരുന്നു. ഒരാൾ തന്നെ പല ഭാവങ്ങളും ദർശിക്കാറായാലാണ് പൂർണ്ണാവതാരം എന്ന് ഗർഗമഹർഷി പറയുന്നുണ്ട് ഗർഗസംഹിതയില്. ഒരാൾ തന്നെ പല ഭാവങ്ങളും ദർശിക്കാറാവുമ്പോഴാണ് പൂർണ്ണാവതാരം എന്ന് പറയാൻ കഴിയുള്ളൂ. അത് ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിരിച്ചു എന്ന് മാത്രമല്ല, പിന്നെ ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചു. എല്ലാവരും, പലർക്കും ചിരി വന്നു, ചിലർക്ക് അത്ഭുതം ഉണ്ടായി. സുന്ദരി എന്ന് വിളിച്ചുവെങ്കിൽ ഇനി ഭഗവാൻ ഇവരെ സുന്ദരിയാക്കുന്ന ഉറപ്പാണ്. അത് അറിയാത്തവർക്ക് ഈ 3 കൂനുള്ള ആളെയാണോ സുന്ദരി എന്ന് വിളിക്കുക എന്ന് തോന്നി. നീ ആരാണ്, എന്താണ് ചോദിച്ചപ്പോ ആ സുന്ദരി പറഞ്ഞു, ഞാൻ കംസന്റെ ദാസിയായിരുന്നു, അല്ലെങ്കിൽ കംസന്റെ ദാസിയാണ്, കംസന് കുറിക്കൂട്ടുണ്ടാക്കി കൊടുക്കുന്നവളാണ്. എൻ്റെ കുറിക്കൂട്ട് കംസന് ഭോജപതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇനി ഇതിന് യോഗ്യൻ നിങ്ങളാണ്. കാരണം കംസനേക്കാളും ഈ കുറിക്കൂട്ട് ധരിക്കാൻ നിങ്ങളാണ് യോഗ്യര് എന്ന് ഭഗവാന്റെ സൗന്ദര്യം കണ്ട് ഇതുവരെ കംസന്റെ ഭൃത്തിയായിരുന്ന ആ സൈരന്ധ്രി ഇപ്പോ കാലുമറി ഭഗവാന്റെ അടുത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ആരെ കാലുമറാതിരിക്കുക? ഏത് വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടന്നവരും ഭഗവാനെ കണ്ടാൽ ഒന്ന് തിരിയും ഇങ്ങോട്ട്. ഭഗവത് ഉപാസനയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇങ്ങോട്ട് തിരിഞ്ഞു വരാതിരിക്കുക? ഇത് അറിയാത്തത് കൊണ്ടാണ് മിക്കവാറും പലരും ഇതിന്റെ ശരിയായിട്ടുള്ള ഭഗവത് ഉപാസനയുടെ അനുഭവത്തിന്റെ ഇതിന്റെ മാധുര്യം അറിയാത്തോടത്തോളം കാലം നമ്മൾ ബാക്കിയുള്ള സീരിയലിന്റെയും മറ്റുള്ളതിന്റെ പിന്നാലെ പോവും. എന്നാൽ ഭഗവാന്റെ ഭക്തിയുടെ മാധുര്യം, ഭഗവത് കഥാമൃതത്തിന്റെ മാധുര്യം, നാമസങ്കീർത്തനത്തിന്റെ മാധുര്യം നുകരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരുന്നതാണ്. സൈരന്ധ്രി പോലും പ്ലേറ്റ് മാറ്റി ഭഗവാന്റെ നേരെ ഭഗവാൻ ആ കളഭം ഒക്കെ ചാർത്തുന്നു. അതൊക്കെ ചാർത്തി, അതും വേണ്ട രീതിയിൽ നല്ല ശ്യാമ കോമളസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ദേഹത്ത് മഞ്ഞ നിറത്തിലുള്ള കളഭം ചാർത്തിയപ്പോൾ സൗന്ദര്യം ഭഗവാന് കൂടി. ബലരാമന് വെളുത്ത നിറാണ്, അപ്പൊ അവിടെ നീല നിറത്തിലുള്ള കളഭം ഉണ്ടാക്കി ചാർത്തിയപ്പോ അപ്പൊ അവിടെ മാറ്റുകൂടി. ഇങ്ങനെ യോജിച്ച രീതിയിൽ ഭഗവാന് സമർപ്പിച്ചു. ഭഗവാന്റെ വിഗ്രഹത്തില് ഭക്തന്മാര് അലങ്കാരം ചെയ്യാറുണ്ട്. അങ്ങനെ അലങ്കാരം ചെയ്യുന്നവർക്കും ഭഗവാൻ അനുഗ്രഹം നൽകും. അത്ര സംശയം ഇവിടെ സംശയമില്ല എന്നാ പറയുന്നത്. ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ചിലപ്പോൾ കാണാൻ പറ്റാതെ ഏതെങ്കിലും വിഗ്രഹത്തിലെങ്കിലും ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് മാലകൾ ചാർത്തിക്കൊണ്ടും കളഭം ചാർത്തിക്കൊണ്ടും അലങ്കാരം ചെയ്യുന്നവർക്ക് പോലും ഭഗവാൻ ദിവ്യമായിട്ടുള്ള അനുഗ്രഹം വാരി വിതറുകയാണെങ്കിൽ ജഗദീശ്വരനായ ഭഗവാൻ എന്താ പ്രത്യക്ഷമായിട്ടുള്ള ഈ ദിവ്യമായ അവതാരത്തില് അലങ്കരിച്ച ആ തുന്നൽക്കാരനെയും സൈരന്ധ്രിയെയും ഭഗവാൻ അനുഗ്രഹിച്ചതില് ഒരത്ഭുതമില്ല, അനുഗ്രഹിച്ചു. പോകുന്ന വഴിക്കാണ് സൈരന്ധ്രി ഭഗവാന്റെ ഉത്തരീയം കയറി പിടിച്ചു. എൻ്റെ ഗൃഹത്തിലേക്കൊന്ന് വന്നു പോകണം, പിന്നെ വരാം, കുറച്ച് രാജ്യകാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കി. കഴിഞ്ഞ അവതാരത്തില് ശ്രീരാമനായി വന്ന സമയത്താണ് ഒരു സുന്ദരി വന്നിട്ട് ഒന്ന് കല്യാണം കഴിക്കുമോ ചോദിച്ചു. എന്താ പറയാ, നഖൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്ത് എന്ന് പറയാ മുറം പോലെയാക്കി ഷൂറുപ്പ നഖ. ആ സുന്ദരി ഒന്ന് കല്യാണം കഴിക്കുമോ ചോദിച്ചു. പറഞ്ഞു, അയ്യോ ഞാനിപ്പോ ഏകപത്നി വ്രതധരനാണ്, അവിടെ പോയി ചോദിച്ചോളൂ. ആരുടെ അടുത്ത്? അനിയൻ്റെ അടുത്ത്. അവിടെ പോയപ്പോ അയ്യോ ഏട്ടന് വിവാഹം ആലോചിച്ചിട്ട് പിന്നെ അനിയനെ നോക്കി പറഞ്ഞ മോശമല്ലേ, അവിടെ തന്നെ വെക്കോളൂ. തട്ടിക്കളിച്ചു കുറച്ചു നേരം. കുറച്ച് കഴിയുമ്പോഴേക്കും ലക്ഷ്മണനെ എടുത്തു കൊണ്ടുപോയി. അപ്പൊ ലക്ഷ്മണൻ തീരുമാനിച്ചു, നീയിപ്പോ വേറൊരാളെയും കഴിവതും മോഹിക്കാൻ ഇടവരരുത്. ഒരു വാളുകൊണ്ട് ഒരു വെട്ട് കൊടുക്കണ്ടായി. ആ 3 വെട്ട് വെട്ടിയതാണ് ഇപ്പോഴും ത്രിവക്രയായിട്ട് ബാക്കി നിൽക്കുന്നത്.
ആ പ്രശ്നങ്ങളൊക്കെ ഭഗവാൻ തീർത്തു കൊടുത്തു. ഒരു കാലത്ത് തന്നെ മോഹിച്ചതാണ്. അതിനുള്ള അനുഗ്രഹം ഇനി കൊടുക്കാൻ പോകുന്നു. സൈരന്ധ്രിയെ ഭഗവാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. പുരാണാന്തരങ്ങളിലെ പറയും, അതിന്ന് നാരായണീയത്തിൽ പ്രത്യേകം പറയും, ആ സൈരന്ധ്രി ഭഗവാൻ ഉപശ്ലോകന്മാരായിട്ടുള്ള പുത്രനുണ്ടായെന്നും ഒക്കെ കഥ നാരായണീയത്തിൽ പറയും. എന്തായാലും ഏത് രീതിയിൽ ഭഗവാനെ ആഗ്രഹിച്ചാലും, ഇനി ഭഗവാനെ ആഗ്രഹിക്കുക മാത്രമല്ല, ആഗ്രഹങ്ങൾ എന്ത് ജീവിതത്തിൽ വന്നാലും അത് സാധിക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് ആലോചിക്കുക, ആഗ്രഹിക്കുക, അതിനുവേണ്ടി ജനിക്കേണ്ടി വരും, ഉറപ്പാണ്. ഭഗവാനെ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണാവതാരം. പണ്ട് സീതാദേവിയെക്കുറിച്ച് അപവാദം പറഞ്ഞ് അലക്കുകാരനെ പഴയ ഒരു കുറവുണ്ടായിരുന്നു, അയാളുടെ കഴുത്ത് വെട്ടേണ്ട ഒരു കുറവുണ്ടായിരുന്നു. അത് ഇപ്പൊ തീർത്തു കൊടുത്തത്, നേരത്തെ അലക്കുകാരനെ കഴുത്ത് വെട്ടിയത്. ഇപ്പൊ അത് സൈരന്ധ്രിയും ഭഗവാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ ചോദിച്ചു അവിടെയുള്ള ആൾക്കാരോടൊക്കെ, ഇവിടെ ധനുര്യാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ധനുര്യാഗത്തിന് വേണ്ട ധനുസ്സൊക്കെ എവിടെ പൂജിച്ചു വെച്ചിരിക്കുന്നത്? ചോദിക്കുന്നത് ആരാ? ലോകത്തെ വിശ്വഭാവനായിട്ടുള്ള, ലോകത്തെ ഭാവിക്കുന്ന ഭഗവാൻ, ഈ ലോകം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ട ഭഗവാൻ, എവിടുന്നാണോ ഈ ലോകം ഉണ്ടായത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ എന്നെ ജാതാനി ജീവന്തിയിൽ പ്രവിശന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മജിജ്ഞാസസ്വ. എവിടുന്നാണോ ലോകം ഉണ്ടായത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടെയാണോ ഇതൊക്കെ ലയിക്കുന്നത്, ആ ഭഗവാനെ ചോദിക്കുന്നത്. എന്ത്? എവിടെ ധനുര്യാഗം? സാധാരണക്കാരനെ പോലെ ചോദിച്ചു. അപ്പോൾ അവിടെയാണ് കാണിച്ചു കൊടുത്തു. വേഗം ചെന്ന ഉടനെ അകത്തേക്ക് കിടക്കുന്നു. പ്രദക്ഷിണൊക്കെയാണ്, അവിടെ ഇതിലെ പോവുക അതിലെ വരിക എന്നൊക്കെ പറഞ്ഞ് പ്രദക്ഷിണ വഴിയൊക്കെ ഉണ്ട്. നേരെ വിരുദ്ധമായി കിടന്നു അകത്തേക്ക് ചെന്നു. അപ്പോഴേക്കും കടക്കരുത്, തുടരുതെന്നൊക്കെ പറയുന്നുണ്ട്, കാവൽക്കാരുന്നുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് വില്ലക്കരേണ വാമേന ലീലയാ, നിസ്സാരമായിട്ട് ആനക്കുട്ടികളൊക്കെ കരിമ്പെടുത്ത് ഒടിക്കുന്ന പോലെ ഇടത്തെ കൈകൊണ്ട് എടുത്ത് ഭൂമിയിൽ കുത്തി അതാണ് പൊട്ടിച്ചു എന്നാണ്. അങ്ങനെ കംസവധമാകുന്ന നാടകത്തിന് ആദ്യത്തെ രംഗത്തിലെ നാന്തി കുറിച്ചു, അല്ലെങ്കിൽ കേളികൊട്ട്. കംസവധമാകുന്ന ഉത്സവത്തിന്റെ ഒരു കേളികൊട്ടല് അത് ആദ്യം കഴിച്ചു ഭഗവാൻ, വില്ലൊടിച്ചുകൊണ്ട്. പിന്നെ എതിരിട്ട് വന്ന കാവൽക്കാരെയൊക്കെ ബലരാമസ്വാമികളും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി അടിച്ചു ഓടിക്കുകയാണ്. അങ്ങനെ അന്നത്തെ പരിപാടികളൊക്കെ തൽക്കാലം അവസാനിപ്പിച്ചു. ഒരുവിധം ആൾക്കാരൊക്കെ ഒന്നും ആ രാത്രി ഉറക്കല്ല എന്നാണ്. കംസന് ഉറക്കല്ല. എന്താ അത്? കാളരാത്രിയാ. കുറേ കാലമായിട്ട് വിഷ്ണു 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 എന്ന് ഭയത്തോടുകൂടി സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വില്ലൊടിച്ച ഒച്ച കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടി ഭയമായി. കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, ഭയം കൂടി കൂടി വരുന്നു. ഒരുപാട് ദുർലക്ഷണങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ മരിച്ചുപോയവരൊക്കെ ഒന്ന് ആലിംഗനം ചെയ്യുക, സ്വപ്നേ പ്രേതപരിഷ്വംഗ, അങ്ങനെയുള്ള ദുർലക്ഷണങ്ങൾ. കണ്ണാടി നോക്കുമ്പോൾ തല കാണാനില്ല. പിന്നെ കാവൽക്കാരനെ വിളിച്ച് പറയാൻ തുടങ്ങി, തല കൊണ്ടുവരൂ, എൻ്റെ തല കാണാനില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ തല കാണില്ല. ഇങ്ങനെ ഒരുപാട്. സാധാരണ ചെവി പൊത്തിക്കഴിഞ്ഞാൽ, ചെവി പൊത്തി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ പ്രാണഘോഷം കേൾക്കാം, ശബ്ദം കേൾക്കാം. അത് കേൾക്കാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിക്കാം അധികം കാലം ഇല്ലാന്ന്. രണ്ട് ചെവിയും പൊത്തി ഉള്ളിലെ ശബ്ദം നോക്കുമ്പോൾ കേൾക്കാനില്ല അത്ര കംസന്. ശബ്ദവും കേൾക്കാനില്ല, പ്രാണഘോഷം കേൾക്കാനില്ല. ഇങ്ങനെ കുറേ ദുർലക്ഷണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേർത്തെണീറ്റ് മല്ലയുദ്ധ രംഗമൊക്കെ തയ്യാറാക്കി, മല്ലന്മാരോട് യുദ്ധത്തിനൊക്കെ ഒരുങ്ങാൻ തയ്യാറായി നിൽക്കുന്നു, പെരുമ്പറ മുഴക്കുന്നു. അങ്ങനെ കംസന ഉറക്കല്ലാതെയായിരുന്നു രാത്രി. ഭഗവാനും അതേ വൃന്ദാവനവാസികളെയൊക്കെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ചരാചരാത്മാവായിട്ടുള്ള ഭഗവാൻ ഉറക്കൊന്നുമില്ല. വൃന്ദാവനത്തിലെ രാധാദി ഗോപിമാരും ഒക്കെ ഭഗവത് സ്മരണയോട് കൂടിയിട്ടായിരുന്നു. ഭഗവാൻ എവിടെ പോയി? ഭഗവത് വിരഹത്തോട് കൂടിയിട്ടാണ് കഴിച്ചു കൂട്ടിയത്. പിറ്റേ ദിവസം കാലത്ത് ഗോപന്മാര് പലരും പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മല്ലയുദ്ധനൊക്കെ രംഗം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു നന്ദഗോപരൊക്കെ. ഭഗവാനാണെങ്കിൽ ഞാനൊക്കെ പതുക്കെ എണീക്കുള്ളൂ എന്നുള്ള ഭാവത്തിൽ, നിങ്ങളൊക്കെ നേരത്തെ എണീറ്റുള്ളൂ, എനിക്ക് പതുക്കെ മതി എന്നുള്ള ഭാവത്തിൽ പതുക്കെ എണീറ്റ് മല്ലയുദ്ധരംഗത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ രംഗദ്വാരം സമാസാദ്യ തസ്മിന്നാഗമവസ്ഥിതം. അവിടെ എത്തിയപ്പോഴാണ്, അവിടെ ഒരു ആനയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, കുവലയാപിടുന്ന പേര്. കംസന് സ്ത്രീധനം കിട്ടിയ ആനയാണ് കുവലയാപിടും. 10,000 ആനയുടെ ശക്തിയാണ് അതിന്. കംസൻ ജരാസന്ധൻ തന്റെ പെൺകുട്ടികളായിട്ടുള്ള അസ്ഥിപ്രാപ്തി 2 പേരെയും കംസന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. തന്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പരീക്ഷ വെച്ചു. ഈ 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ ആരാണോ മരിക്കുന്നത് ആ ആൾക്ക് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന്.
കംസനാ ജയിച്ചത്. 10,000 ആനയുടെ ശക്തിയുള്ള ആനയെ മെരുക്കി പിടിച്ചു കെട്ടിയത് അല്ലെങ്കിൽ അതിനെ ബന്ധിച്ചത് കംസനാണ്. ആ കുവലയാപീഠത്തെ വഴി നിർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ വധിക്കാമെന്ന് കുവലയാപീഠത്തിന്റെ ആനക്കാരനെ കൊണ്ടൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുക വഴിയിൽ തന്നെ. രാമകൃഷ്ണന്മാർ വരുന്ന സമയത്ത് ഭഗവാൻ ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു, അമ്പഷ്ഠ മാർഗം നോ ദേഹ്യ അവക്രമമാചിരം. അമ്പഷ്ഠ ആനക്കാര ആനയൊന്ന് വഴിയിൽ നിന്ന് മാറ്റിയെടുത്തു. ഇല്ലെങ്കിൽ തന്നെ ആനയും കൂടിയിട്ട് യമലോകത്തിലേക്ക് അയക്കും. അപ്പൊ ദേഷ്യത്തോടു കൂടിയിട്ട് ആനയെ ഭഗവാന്റെ നേരെ, ഭഗവാൻ ആ ആനയുടെ 2 കൊമ്പിന്റെ ഉള്ളിൽ കൂടെ കുനിഞ്ഞ് തന്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പൊ ആന കാണാനില്ല, അത്ര ഭഗവാനെ കാണാനില്ല. ജഗദീശ്വരനായ ഭഗവാനെ കാണാനില്ലാതെ തപ്പി നോക്കുക. അത് തപ്പി നോക്കുമ്പോഴേ ആ തുമ്പിക്കൈ കൊണ്ട് ഭഗവാനെ തട്ടിയിത്രേ. ഭഗവാൻ തുമ്പിക്കൈന് പേരുണ്ട് പുഷ്കരെന്ന്, താമരയ്ക്കും പുഷ്കരൻ തന്നെ പേര്. ഭഗവാന് താമര തൊട്ട പോലെ തോന്നിയുള്ളൂ, താമര കൊണ്ടൊന്നും തൊട്ട പോലെ തോന്നിയുള്ളൂ. പിന്നെ വാലുമ പിടിച്ച് കളിക്കുകയാണ്. ആനയെ വട്ടം തിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആനയ്ക്കും വയ്യാതെ തോന്നിയപ്പോൾ നിന്ന് കൊടുത്തു. കുത്താനായിട്ട് കൊമ്പ് കുലിക്ക് ഓടി വരുമ്പോഴേക്കും സിംഹപരാക്രമത്തോട് കൂടിയിട്ട് ആ മസ്തകത്തിലേക്കാണ്ട് അടിച്ച് കൊമ്പ് വലിച്ചു വരുന്നു. ആനയുടെ കഥ കഴിക്കുന്നു. ആ കൊമ്പ് ഇങ്ങനെ വലിച്ചു വരുമ്പോൾ രക്തം ഇങ്ങനെ ഒഴുകി വരുന്നു. നാരായണീയത്തിൽ പറയും, കുറെ രത്നങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു അത്രേ. ഭഗവാൻ ആ രത്നമൊക്കെ പടക്കിയെടുത്ത് ശ്രീരാമന്റെ കയ്യിൽ കൊടുത്തു. ഇതുകൊണ്ടൊരു മാല ഉണ്ടാക്കി. മാല ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് താൻ തന്നെ അതുകൊണ്ട് മാല ഉണ്ടാക്കിക്കൊള്ളാം. എന്നിട്ട് മാല ഉണ്ടാക്കിയിട്ട് രാധികായേ ദിശേതി, രാധാദേവിക്ക് വൃന്ദാവനത്തിൽ പോയിട്ട് കൊടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു ഭഗവാൻ. ആനയെ അടിച്ചു കൊല്ലുമ്പോഴും പ്രേമസ്വരൂപിണിയായിട്ടുള്ള രാധാദേവിയാണ് ഭഗവാൻ ഓർമ്മ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മല്ലയുദ്ധരംഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ആനയൊക്കെ കൊന്നാണ്ട് പ്രവേശിക്കുന്ന ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ വരവ്. എങ്ങനെയാണോ ഭഗവാനെ അങ്ങോട്ട് ഉപാസിക്കുന്നത് അതിനനുസരിച്ചാണ് ഭഗവാൻ തിരിച്ചനുഗ്രഹം നൽകുക. ഈ ലോകത്തിലെ ഓരോരുത്തരോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് ഭഗവാൻ ഇങ്ങോട്ടും അനുഗ്രഹിക്കുക. ഇവിടെ ആരെങ്കിലും കഷ്ടപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും സഹായം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ അധ്യാപന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ട്, ഇപ്പം അധ്യാപകരാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ മനസ്സനുസരിച്ച് ചിന്തിക്കാം കേട്ടോ. അധ്യാപകരാണ്, സ്കൂളിലെത്തി കേട്ടോ, കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. എവിടത്തെ കുട്ടികളൊക്കെയാ. അപ്പം അവരെയൊക്കെ എന്നാലും അധ്യാപകർ എങ്ങനെയാണ് നോക്കേണ്ടത് ശ്രദ്ധിച്ച് അവരൊക്കെ നല്ല സംസ്കാരമുള്ളവരായിട്ട് വളർത്തിക്കൊണ്ടുവരണ്ടേ. ചില അധ്യാപകർ എന്ത് ചെയ്യും, തിരിഞ്ഞു നോക്കില്ലേ കുട്ടികളെ. അവർക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ വരിക പോവുക കേട്ടോ ശമ്പളം വാങ്ങുക. അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പമുണ്ടാവുക, ഇവരുടെ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ടാവും ഈ അധ്യാപകരുടെ. ആ കുട്ടികളെ പിന്നെ വഴിതെറ്റി പോവും, അവരെ ഭഗവാൻ കൈയൊഴിയും. നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നേരാവണ്ണം നോക്കിയിരുന്നുവെങ്കിൽ വീട്ടിലെ കുട്ടികളെ ഭഗവാൻ നോക്കുകയായിരുന്നു. അത് ചെയ്യില്ല. അവനവന് ചെയ്യേണ്ട കാര്യം വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ ഭഗവാനോട് എങ്ങനെയാണോ സമീപനം, ഈ ഭഗവാൻ എവിടെയാണ്, എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ലോകത്തിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ, നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ സമീപിക്കുന്നത് അതേപോലെ തിരിച്ചനുഗ്രഹം ഉണ്ടാവുക. അതുപോലെ മല്ലയുദ്ധരംഗത്തിലേക്കാണ് പ്രവേശിച്ചപ്പോഴേക്കും പലർക്കും പല രീതിയിൽ ഭഗവാനെ സമീപിക്കുന്ന പലർക്കും പല രീതിയിൽ ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്. മല്ലാനാശനി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സതാം ക്ഷിതിഭുജാം ശാസ്താസ്വപിത്രോ ശിശു മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജ. മല്ലന്മാരവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. മല്ലന്മാർക്കിടിവാൾ, അവർക്ക് ഇടിവാള് പോലെ വജ്രായുധം വരുന്ന പോലെ തോന്നി അവർക്ക്. അപ്പൊ അവരോട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ, സാധുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന ഈ മല്ലന്മാർക്ക് അവിടെ ക്രോധമാണ് സ്ഥായി ഭാവമായിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഭഗവാന്റെ മുഖത്തുനിന്ന് രൗദ്രഭാവമാണ് ദർശിക്കാൻ പറ്റിയത്. ഇടിവാള് പോലെ തോന്നി. അപ്പോ ആ രസങ്ങളില് രൗദ്രരസം ഇങ്ങനെ മുഖത്തിങ്ങനെ സ്ഫുരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രൗദ്രാണ് അവിടെ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞതെന്നർത്ഥം. പിന്നെ മല്ലാനാമശനി നൃണാം നരവര, പുരവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ദുഃഖം തീർക്കുന്ന രാജാവ് വരുന്ന പോലെ തോന്നി. എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്ന
ആ രാജാവ് വരുന്ന, നരവരനായിട്ടുള്ള രാജാവ് വരുന്ന പോലെ അവർക്ക് തോന്നി. അവിടെ എന്താണ് ഇത്രയും വിസ്മയമാണ് സ്ഥായി ഭാവമായിട്ട് അവിടെ വരുന്നത്. അവിടെ വന്നിരിക്കുന്ന രസം അത്ഭുത രസമാണ്. ഇത്രയും ദുഷ്ടനായിട്ടുള്ള കംസനെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ഇതാ അത്ഭുത സ്വരൂപനായിട്ട് ഭഗവാൻ തന്നെ വന്നിരിക്കുന്നു. അത്ഭുത രസം അവിടെ ഭഗവാന്റെ മുഖത്ത് വെട്ടിത്തിളങ്ങുകയാണ്. സ്ത്രീകൾക്കോ കാമദേവൻ വരുന്ന പോലെ തോന്നി. ആ രൂപമാധുര്യം കണ്ട് കാമദേവൻ തന്നെ വരുന്ന പോലെ അവർക്ക് അനുഭവം ഉണ്ടായി. അപ്പൊ അവിടെ രതിയാണ്, കാമദേവന്റെ ഭാര്യ രതിയാണ്. രതിയാണ് സ്ഥായി ഭാവം. എന്നാൽ ഭഗവാന്റെ മുഖത്ത് വന്ന രസം ശൃംഗാരാണ്. ഒരേ ഭഗവാന്റെ മുഖത്താണ് പലർക്കും പലതും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെയൊക്കെ ശൃംഗാരം എന്ന് പറഞ്ഞാൽ തന്നെ ഭജിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മന്മഥ രൂപം എടുത്ത പോലെ അവർക്ക് കാമദേവൻ തന്നെ വന്ന പോലെ തോന്നി എന്നർത്ഥം. പിന്നെ ഗോപന്മാര് തയ്യാറായിട്ട് വന്നിരിക്കുന്നുണ്ട്. ശ്രീരാമ തുടങ്ങിയിട്ടുള്ള ഗോപന്മാരൊക്കെ തയ്യാറായി വരുന്നു. അവർക്ക് ഇതാ രക്തമൊക്കെ പൊടിഞ്ഞ് കൊമ്പും ആനയുടെ കൊമ്പും ഒക്കെ പിടിച്ച് കളഭമൊക്കെ ചാർത്തി, തലവസ്ഥ കളഭമൊക്കെ ഭഗവാൻ മാറ്റിയിട്ടൊന്നുമില്ല, അതൊക്കെ ചാർത്തി ഭഗവാൻ വരുന്ന കണ്ടപ്പോഴേ അവർക്ക് ചിരി വന്നു. കൃഷ്ണന്റെ കണ്ടപ്പോൾ ആ കൃഷ്ണന്റെ വേഷം കെട്ടെന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആ സുഹൃത്തുക്കളായിട്ടുള്ള ഗോപന്മാർക്കൊക്കെ ആ സ്വജനങ്ങൾക്കൊക്കെ അവിടെ ഹാസമാണ് സ്ഥായി ഭാവമായിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഹാസ്യം എന്നുള്ള രസവും അവിടെ സ്ഫുരിക്കുകയാണ്. ദുഷ്ടന്മാർ അസതാം ക്ഷിതിഭുജാം ശാസ്ത, അസത്തുകളായ രാജാക്കന്മാർ പലരുണ്ട്, ദുഷ്ടന്മാരായ രാജാക്കന്മാരുണ്ട്. അവർക്കൊക്കെ തങ്ങളെ ഭരിക്കുന്ന ശാസ്താവായിട്ടുള്ള ചക്രവർത്തി തന്നെ വരുന്ന പോലെ തോന്നി. അപ്പൊ അവിടെ ആ യുദ്ധോത്സാഹമാകുന്ന സ്ഥായി ഭാവം, യുദ്ധത്തിനുള്ള ഉത്സാഹമായിട്ടുള്ള സ്ഥായി ഭാവമാണ് വന്നിരിക്കുന്നത്. വീരരസമാണ് അവിടെ കണ്ടത് അവര്. പിന്നെ മാതാ പിത്രോ ശിശു, മാതാപിതാക്കന്മാർക്ക്, അച്ഛനമ്മമാർക്ക് സ്വന്തം ഉണ്ണി എന്ന പോലെ തോന്നി. മാതൃഹൃദയമുള്ള എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ സ്വന്തം ഹൃദയം പോലെ, സ്വന്തം ഉണ്ണി വരുന്ന പോലെ തോന്നി. അതായത് ഈ ഭയങ്കരന്മാരും മല്ലന്മാരൊക്കെ ഉണ്ട്. ഈ ഉണ്ണികൾക്ക് എന്തെങ്കിലും ആപത്ത് വരൂ എന്നുള്ള സങ്കടവും ശോകമാണ് അവിടെ സ്ഥായി ഭാവം. അതിന്റെ ഫലമായിട്ട് കരുണരസം അച്ഛനമ്മമാരുടെ മുഖത്ത്, ആ മാതൃഹൃദയമുള്ളവർക്ക് കരുണരസം അവിടെ പ്രത്യക്ഷമായി. അതുപോലെ കംസന് മൃത്യുർ ഭോജപതേഹേ മൃത്യു, ഭോജപതിയായിട്ടുള്ള കംസന് മൃത്യു വരുന്ന പോലെ തോന്നി. ഭയങ്കരമായ ഭാവം ഉണ്ടായത്, ഭയങ്കരമാണ്, അല്ലെങ്കിൽ ഭയമാണ് സ്ഥായി ഭാവം. അവിടെ ഭയാനകമാകുന്ന രസം അവിടെ സ്ഫുരിച്ചു. ആ ഭയാനകമായ രസം കംസനിലുണ്ടാക്കി എന്നർത്ഥം. അതുപോലെ അജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അജ്ഞാനികൾക്കായിട്ടുള്ള ആൾക്കാരൊക്കെ വിരാട്, അതൊരു കോമാളി പോലെ, ഇവിടുത്തെ അർത്ഥം ഒരു കോമാളിയെ പോലെ തോന്നിയെന്നർത്ഥം. സാധാരണക്കാരൻ. ജുഗുപ്സിയാണ് അവിടെ സ്ഥായി ഭാവമായിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ബീഭത്സ രസം, ആ ബീഭത്സമാകുന്ന രസം അവിടെ സ്ഫുരിപ്പിക്കുകയാണ്. അജ്ഞാനികൾക്ക് നേരെ ഭഗവാൻ ആ രീതിയിൽ കാണിച്ചു കൊടുത്തു. സാധാരണക്കാർക്ക് ഭഗവാന്റെ, ജ്ഞാനികൾക്ക് ഭഗവാന്റെ തത്വം അറിയാം. എന്നാൽ അറിവില്ലാത്തവർക്കോ ഒരു കോമാളിയായിട്ടുള്ള ഇടയച്ചക്കൻ എന്നുള്ള ഭാവത്തിൽ അത്രേ ഭഗവാൻ കാണിച്ചു കൊടുത്തുള്ളൂ എന്നർത്ഥം. പിന്നെ ജ്ഞാനികളും ഭക്തന്മാരുമായിട്ടുള്ള യോഗികൾക്കോ പരം തത്വം പരം യോഗിനാം, തത്വം പരം യോഗിനാം, ആ പരമാത്മാവ് തന്നെ വരുന്ന പോലെ അവർക്ക് അനുഭവം ഉണ്ടായി. ഭക്തന്മാരായ ജ്ഞാനികളായിട്ടുള്ള യോഗികൾക്ക് പരമാത്മാവ് തന്നെ വരുന്ന പോലെ അനുഭവം കൊടുത്തു. അവിടെ ശാന്തിയാണ്, ശാന്തമായിട്ടുള്ള സ്ഥായി ഭാവമാണ്, ശാന്തരസമാണ് അവിടെ സ്ഫുരിക്കുന്നത്. പിന്നെ യാദവന്മാർക്ക് തങ്ങളുടെ പരദേവതയായിട്ടുള്ള ഭഗവാൻ വരുന്ന പോലെ തോന്നി. പരമ പ്രേമമാണ് അവിടെ സ്ഥായി ഭാവം, ഭക്തിരസം ഉണ്ടായി. സാധാരണ പ്രസിദ്ധമായിട്ടുള്ള നവരസങ്ങളൊക്കെയാണത്. ഇപ്പൊ നവരസല്ല, ദശരസമാണ് ഇവിടെ കാണിച്ചു കൊടുത്തത്. രൗദ്രം, അത്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം, കരുണം, ഭയാനകം, ബീഭത്സം, ശാന്തം, കൂടെ ഭക്തിരസം കൂടി. അങ്ങനെ 10 രസങ്ങൾ ഭഗവാൻ ഒരേ സമയത്ത് അവിടെ പ്രകാശിപ്പിച്ചു. അതാണല്ലോ, അതാണ് വിഭാവ, അനുഭാവ, വ്യഭിചാരി സംയോഗാൽ രസനിഷ്പത്തി എന്ന് ഭരതമുനി. അതൊക്കെ ഇവിടെ 10
10 ഭാവങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരേ ഭഗവാൻ തന്നെ എല്ലാവരെയും അനുഗ്രഹിച്ചത്. ആ ഭഗവാന്റെ ദിവ്യ സ്വരൂപമാണ് കാണുമ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളൊക്കെ ഭഗവാന്റെ ദിവ്യ സ്വരൂപം ആവോളം ആസ്വദിക്കുകയാണ്. കണ്ണുകൊണ്ട് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അവർക്ക്. അങ്ങനെ ഭഗവാന്റെ ദിവ്യ സ്വരൂപം അങ്ങനെ ആവാഹിക്കുന്നു അവര്. അപ്പോഴേക്കും ചാണൂരൻ വെല്ലുവിളിക്കുന്നു, അതെ, നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ നല്ല യുദ്ധപാഠമുള്ളവരാണെന്ന് ചക്രവർത്തിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ചക്രവർത്തിയുടെ ഹിതം പ്രിയം സാധിപ്പിച്ചു കൊടുക്കലാണ് ജനങ്ങളായ പ്രജകളായ നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് യുദ്ധത്തിന് വരണം എന്ന് മല്ലന്മാരിൽ പ്രധാനിയായിട്ടുള്ള ചാണൂരൻ ഭഗവാനോട് വെല്ലുവിളിക്കുന്നു. അപ്പൊ ഭഗവാനാണെങ്കിൽ ദേശകാലോചിതം വച്ച, ദേശകാലോചിതമായിട്ടുള്ള വാക്കുകൾ, അതെ, നിങ്ങൾ വലിയ ഭീകരന്മാര്, ഞങ്ങൾ കുട്ടികള്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ അടിപിടി കൂടിക്കോളൂ, ഞങ്ങൾ കുട്ടികൾ തമ്മിൽ വേണമെങ്കിൽ യുദ്ധമൊക്കെ നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോ ചാണൂരനോട് ദേഷ്യം വന്നു. ബാലോ ന കിഷോരസ്ത്വം, നിങ്ങൾ കുട്ടികളുമല്ല കിഷോരനുമല്ല, ഇത്ര വലിയ ആനയെ അടിച്ചു കൊന്ന നിങ്ങള് മര്യാദയ്ക്ക് യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞപ്പോ ശരി, നിങ്ങൾക്ക് അത്രയും ധൃതിയായെങ്കിൽ യുദ്ധത്തിനാവാം. പിന്നെ യുദ്ധത്തിന് വരുന്നു. ബലരാമസ്വാമികളും മുഷ്ടികനോട് യുദ്ധം ചെയ്യുന്നു. ചാണൂരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് യുദ്ധം ചെയ്യുന്നു. ആദ്യം ഇടത്തെ കൈ അടിച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് തടുക്കുക, കാലുകൊണ്ട് ചവിട്ടുമ്പോൾ തടുക്കുക, അങ്ങനെ മാത്രമേ, തടുക്കൽ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളൊക്കെ ഒന്നും ഇത് കാണാൻ വയ്യ, ഇത് അധർമ്മമാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ചില ആൾക്കാർ പറയാണ്, ആ വ്രജഭൂമിയുടെ പുണ്യം എത്രയാണ്, ആ ഗൂഢ പുരാണ പുരുഷനാണ് ഈ കൃഷ്ണൻ, വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ഭഗവാനാണ് ഈ വന്നിരിക്കുന്നത്. വൃന്ദാവനവാസികളുടെ ഭാഗ്യം എത്രയാണ്, ഗോപിമാരെ എന്ത് തപസ്സനുഷ്ഠിച്ചു, ഗോപ്യ തവാക്കിം അചരൻ, ഈ ദിവ്യമായ സ്വരൂപത്തെ ആവോളം ആസ്വദിക്കാൻ പാകത്തിന് വൃന്ദാവനത്തിലെ ഗോപിമാരെ എന്ത് തപസ് ചെയ്തു. അവര് ഭഗവാനെ കണ്ടുകൊണ്ട് നിത്യം ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടാണത്രേ അവരുടെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. യാദോഹനേ അവഹനനേ, പശുവിനെ കറക്കുകയാണെങ്കിലും, നീ മുറ്റം മുറ്റമടിച്ചു വരികയാണെങ്കിലും, എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഗോവിന്ദ ദാമോദര മാധവേതി, കണ്ണീർ വാർത്തുകൊണ്ട് ആനന്ദാശ്രുകൾ ഒഴിച്ചുകൊണ്ട് ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടാണ് അത്രേ അവരെന്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആനന്ദമത്തകളായിട്ട് കൃഷ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആനന്ദമത്തകളായിട്ടാണ് അവര് ഗൃഹകൃത്യങ്ങളൊക്കെ ഗോവിന്ദ ദാമോദര മാധവ എന്ന് ജപിച്ചുകൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴോ ഭഗവത് വിരഹത്തില് ഈ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്നതോട് കൂടിയിട്ട് കൃഷ്ണ വിരഹത്തില് ഗോവിന്ദ ദാമോദര മാധവ എന്ന് കരഞ്ഞുകൊണ്ടാണ് അത്രേ അവർ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൃന്ദാവനവാസികളുടെ ഭാഗ്യം എത്രയാണ്, നിരന്തരമായിട്ട് ഈ ഭഗവാനെ സ്മരിക്കാൻ കഴിഞ്ഞ അവരുടെ ഭാഗ്യം എത്രയാണ്, ഗോവർദ്ധനത്തിന്റെ ഭാഗ്യം എത്രയാണ്, ആ പുണ്യഭൂമിയുടെ ഭാഗ്യം എത്രയാണ് എന്ന് ജനങ്ങളൊക്കെ കരയാൻ തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഭഗവാൻ തൽക്കാലം ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഓരോരോ ഭൂപൃഷ്ഠേ ബോധയാമാസ, ഭൂമിയിൽ അടിച്ച് ഓരോരോ മല്ലന്മാരെയായിട്ട് വകവരുത്തുന്നു. ശേഷിച്ചവരൊക്കെ പ്രാണനും കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോഴേക്കും വാദ്യക്കാരൊക്കെ വാദ്യമേളങ്ങൾ ഉച്ചത്തിലാക്കുന്ന സമയത്ത് കംസൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പിച്ചുപേയും പറയാൻ തുടങ്ങി. ഗോപന്മാരെയൊക്കെ ധനം കണ്ടുകെട്ടുക, ദേവകി വസുദേവന്മാരെ വധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ ഭഗവാൻ ലഖിമ എന്നുള്ള സിദ്ധിയെ സ്വീകരിച്ചുകൊണ്ടൊരു ഒറ്റച്ചാട്ടാണ് കംസന്റെ അടുത്തേക്ക്. എത്ര കാലമായി ഈ അമ്മാവൻ ഇങ്ങനെ തന്നെ സ്മരിക്കാൻ തുടങ്ങിയിട്ട്, ഭയാൽ കംസ, ഭയത്തോടു കൂടി തന്നെ സ്മരിക്കാൻ തുടങ്ങിയിട്ട് അനുഗ്രഹം കൊടുക്കാൻ തീരുമാനിച്ചു ഭഗവാൻ. തട്ടി താഴത്തിട്ടു, കംസന്റെ മാടത്തിലേക്ക് അങ്ങോട്ട് ചാടിയിരുന്നു. പണ്ട് അമ്മ പറയാറുള്ളതാ, എന്ത്, കൃഷ്ണ എന്നെ കാലാട്ടരുത്. കാലാട്ടി എന്താ കുഴപ്പം? അമ്മയോട് യശോദമ്മയോട്. കാലാട്ടി അമ്മാവന് ദോഷ, അമ്മയുടെ മുഖത്തൊക്കെ ചിരിക്കും. ഇമ്മട്ടു കാലാട്ടരുതോ മനെ, നിന്നമ്മാമനായുസ്സുറഞ്ഞു പോകും എന്നമ്മ തന്നോട് പറഞ്ഞ നേരം എന്തോ നിനച്ചൊന്ന് ചിരിച്ചു കണ്ണൻ. എന്താ ഭഗവാൻ ഇപ്പൊ നിനക്കാനുള്ളത്? അമ്മാവന് കുറച്ച് ആയുസ് കുറയട്ടെ, പണ്ട് തീരുമാനിച്ചിട്ടുള്ളതാ. ഇത് വല്ലാതെ ലോകരെ മുഴുവൻ ഉപദ്രവിച്ച് ഇനി ഇവിടെ നിലനിർത്തിയാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു ഭഗവാൻ. അത് മാത്രല്ല, കംസന്റെ ആ ഭഗവത് സ്മരണയിലെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിരന്തരമായിട്ട് ഭയത്തോട് കൂടിയിട്ട് വിഷ്ണു 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 സ്മരിച്ച് 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 ഇനി ഈ ജന്മം അവസാനിപ്പിക്കാറായി, മതി, അനുഗ്രഹം കൊടുക്കാറായി. കംസന്റെ മാറത്തേക്കാണ് ചാടിയിരുന്നു. കണ്ണൊന്ന് അടച്ചു കംസൻ. സംശയം, വേഗം ഭഗവാൻ കണ്ണു തുറപ്പിച്ചു. കണ്ടിട്ട് തന്നെ ആയിക്കോട്ടെ ദേഹം വെടിയല്.
ദദർശ ചക്രായുധമഗ്രതോ യസ്തദേവ രൂപം ദുരവാപമാപ. കംസനെ കുറിച്ച് എന്താ പറയേണ്ടത്? ജീവിതാന്ത്യത്തില് ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയിട്ടുള്ള ദിവ്യസ്വരൂപനെ കണ്ടുകൊണ്ട് അദ്ദേഹം വെടിഞ്ഞത്. ദുഷ്ടന്മാരാവുകയാണെങ്കിൽ കംസനെ പോലെ ആവണം, കംസനെ പോലെ ആവണം, വേറെ പോലെ ആവരുത്. നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാവട്ടെ. ദുഷ്ടന്മാരാവുകയാണെങ്കിൽ ആവണമെന്നല്ല, നിരന്തരമായിട്ട് ഭഗവാനെ ഭയത്തോട് കൂട്ടിയിട്ടാണെങ്കിലും സ്മരിച്ച് കംസനും സൽഗതി കൊടുത്തു. അത് കഴിഞ്ഞു. അപ്പോഴേക്കും കംസന്റെ ഭാര്യമാര് കരച്ചിൽ, അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നു. ഉഗ്രസേന മഹാരാജാവിനെ ഭരണാധികാരിയാക്കി മാറ്റി ഭഗവാൻ. അദ്ദേഹമാണെങ്കിൽ എന്താ ഭാവം? കൃഷ്ണ, എനിക്കൊന്നും വയ്യതൊന്നും അല്ല, മുത്തശ്ശൻ എവിടെ ഇരുന്നാ മതി എന്നുള്ള ഭാവത്തിലാ, ഞാൻ എവിടെ എന്നുള്ള ഭാവത്തില് ഉഗ്രസേന മഹാരാജാവിനെ ചക്രവർത്തിയാക്കി മാറ്റി. അച്ഛനമ്മമാരെ മോചിപ്പിക്കുന്നു. കുട്ടികളുടെ കർത്തവ്യം എന്താ? അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കലാണ് മക്കളുടെ കർത്തവ്യം. ഞങ്ങൾക്ക് ഇത്ര കാലമായിട്ട് സ്വന്തം അച്ഛനെയും അമ്മയും സംരക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് നരകത്തിൽ പോയിട്ട് സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടി വരുമോ? അങ്ങനെയൊന്നും വരരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ഭഗവാൻ ഇപ്പൊ നരകം വരാതിരിക്കുമോ നിൽക്കട്ടെ, നമുക്ക് വേണ്ടിയിട്ട് പറയാണ്. അച്ഛനമ്മമാര് ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരന്മാരാരാണ്? ജന്മം നൽകിയ, നമുക്ക് വിശേഷ ബുദ്ധിയുള്ള, ഭഗവാനെ ഉപാസിക്കാൻ പാകത്തിനുള്ള ഈ ദിവ്യമായ ജന്മം നൽകിയ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തിൽ ആരും. അവരെയൊക്കെ സംരക്ഷിക്കാത്തവർക്ക്, അവരെയൊക്കെ വേദനിപ്പിക്കുന്നവർക്ക് നരകത്തിൽ പോയിട്ട് സ്വന്തം മാംസം കഴിക്കേണ്ടി വരും എന്ന് ഭഗവാൻ പറയുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ടി വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാത്രേ ഭഗവാൻ. ജഗദീശ്വരനായ ഭഗവാന്റെ ദിവ്യഭാവം അങ്ങനെ ദേവകി വസുദേവന്മാരുടെ ഉള്ളിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ലീലയിങ്ങനെ പ്രയോഗിച്ചു. അവർ സാധാരണ ഒരു ഉണ്ണിയാണെന്ന് തീരുമാനിച്ച് അതുപോലെ പെരുമാറാൻ തുടങ്ങി. പിന്നെ നന്ദഗോപരെ യാത്രയാക്കുന്നു. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകളൊക്കെ കൊടുത്ത് വളരെ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇത്രകാലം എൻ്റെ ഉണ്ണിയാന്ന് വിചാരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന കൃഷ്ണൻ ഇപ്പൊ ആരുമല്ലാതെ ഇരിക്കുന്നു. ഓടിച്ചെന്ന് പറയാണ്, ഇപ്പൊ രണ്ടച്ഛനായി രണ്ടമ്മയെ, എനിക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ എന്നുള്ള ഭാവത്തില് നന്ദഗോപരെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്രയാവുന്നത്. പിന്നെ 64 സ്വാധ്യായ ദിനങ്ങള്, 64 കലകളും അഭ്യസിക്കാൻ പാകത്തിന് സാന്ദീപനി ആശ്രമത്തിൽ പോയി ആ വിദ്യാഭ്യാസമൊക്കെ നടത്തി. ഇതിനു വേണ്ടിയിട്ട് ജഗദീശ്വരനായ ഭഗവാന് വിദ്യാഭ്യാസം. ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്രേ. അതൊക്കെ കഴിഞ്ഞ് ഗുരുദക്ഷിണ കൊടുക്കുകയാണ്. എന്താ ഗുരുനാഥന് ദക്ഷിണ തരേണ്ടത്? അപ്പോ ഗുരുപത്നി പറഞ്ഞു, ഒരു ഉണ്ണി, മരിച്ചുപോയ ഉണ്ണി ഇപ്പൊ കൊണ്ടുവരാം. കൊണ്ടുവന്ന് കൊടുത്തു. ഗുരുനാഥന് മരിച്ചുപോയ ഉണ്ണിയെ ഗുരുദക്ഷിണയായിട്ട് കൊടുത്ത് തിരിച്ചു വരുന്നു ഗുരുനാഥന്റെ അനുഗ്രഹമായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാന് വൃന്ദാവനവാസികളെ ഒന്നുകൂടി ഓർമ്മ വന്നത്, തന്റെ പ്രിയതമകളെ ഒന്നുകൂടി ഓർമ്മ വന്നത്. അതുകൊണ്ട് വേഗം തന്റെ പ്രധാനമന്ത്രിയും ബുദ്ധിസത്തമ വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ. ബുദ്ധിസത്തമനായിട്ടുള്ള ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്ന 5 വയസ്സല്ല ജനിച്ച് താമസമില്ലാതെ തന്നെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കൃഷ്ണനിലേക്ക് മനസ്സുറച്ച് ബുദ്ധിസത്തമനുമായ ജ്ഞാനികളിൽ ജ്ഞാനിയായ വിഷ്ണുകളുടെ പ്രവരനായ ഉദ്ധവനെ വിളിച്ച് 2 സ്ഥലത്താണ് ഗച്ഛോദ്ധവ എന്ന് ഭാഗവത്തിൽ പറയുന്നത്. ഒന്ന് പോകൂ ഉദ്ധവ എന്ന് ആദ്യം ഭാഗവത്തിൽ പറഞ്ഞത് വ്രജം, വൃന്ദാവനത്തിലേക്ക് പോകൂ. പിന്നെയോ ഗച്ഛോദ്ധവ മമ ആശ്രമം ബദര്യാഖ്യം മമാശ്രമം. 2 ഹൃദ്യമായ സ്ഥാനങ്ങളാണ്. വൃന്ദാവനത്തിലേക്ക് പോകൂ. എന്തിനു വേണ്ടിയിട്ട്? എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് അവിടെ കഷ്ടപ്പെടുന്ന ആ ഗോപിമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകൂ എന്ന് പറഞ്ഞതനുസരിച്ച് ഉദ്ധവൻ, ഉത്സവമൂർത്തിയാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദ്ധവൻ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. അവിടെ എത്തുമ്പോഴേക്കും എല്ലായിടത്തും കൃഷ്ണസ്മരണ. കൃഷ്ണനെ മറന്നുകൊണ്ട് വൃന്ദാവനത്തിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൃഷ്ണനാമങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ നാമ ഗംഗയിൽ ഒഴുകിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു. നന്ദഗോപന്റെ ഗൃഹത്തിന്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോഴേക്കും നന്ദഗോപര് കണ്ടു, ഇതാ തേരുന്നൊരാൾ വരുന്നു. നോക്കുമ്പോ കൃഷ്ണനാന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വന്നു.
വാസുദേവധിയാർച്ചയൽ. കണ്ടപ്പോ കൃഷ്ണ തോന്നി. കാരണം കൃഷ്ണന്റെ പ്രസാദം അനുഭവിച്ച് കൃഷ്ണമയമായി തീർന്നിരിക്കുന്നു ഉദ്ധവൻ. ആ ഉദ്ധവനെ കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചു ആദ്യം. എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണൻ പറഞ്ഞയച്ച ദൂതനാണെന്ന്. അതുകൊണ്ട് കൃഷ്ണനായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഉദ്ധവനെ പൂജിച്ചു. വാസുദേവധിയാർച്ചയൽ. കൃഷ്ണന് ഞങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്നൊക്കെ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു, കണ്ണുനീർ വാർത്തുകൊണ്ട്. ഈ വൃന്ദാവനത്തെയും ഗോവർദ്ധനത്തെയും യമുനാപുളിനങ്ങളെയും ഒക്കെ കൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഈ കണ്ണനെ ഈ കണ്ണുകൊണ്ട് ഒന്ന് കണ്ടാൽ മാത്രം മതി, അത് മാത്രമേ ഞങ്ങൾക്കൊരു ജീവിതാശയുള്ളൂ എന്ന് നന്ദഗോപര്. യശോദമയാണെങ്കിൽ ഒരക്ഷരം വേണ്ടിയില്ല. യശോദമയ്ക്ക് പറയാനുള്ളതൊക്കെ കണ്ടു ഉദ്ധവൻ. യശോദാ വർണ്യമാനാനി കൃഷ്ണസ്യ ചരിതാനി ച ശൃണ്വന്യശ്രൂണ്യവാസ്നാക്ഷിയിൽ സ്നേഹസ്നുതപയോധര. യശോദമ്മ കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിട്ട് പുറപ്പെട്ടുവെങ്കിൽ കണ്ണുകളിലൂടെയും സ്തനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പാലും കണ്ണുനീരിങ്ങനെ വാത്സല്യം ഒഴുകി യശോദമ്മയുടെ. അത് കണ്ടപ്പോൾ ഉദ്ധവന് മനസ്സിലായി എന്തൊക്കെയാണ് യശോദമ്മയ്ക്ക് പറയാനുള്ളതെന്ന്. ആ അമ്മയ്ക്ക് ഒരക്ഷരം അല്ല ഒരു നിമിഷം പോലും കൃഷ്ണനെ മറക്കാൻ കഴിയുന്നില്ല. വൃന്ദാവനത്തിലെ ഓരോ മണത്തരികളും കാണുമ്പോഴും കൃഷ്ണ 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 എന്ന് ഓർമ്മ വരുന്നു അമ്മയ്ക്ക്. അങ്ങനെ നീറുന്ന അമ്മയും കണ്ടു. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ജഗദീശ്വരന് അമ്മയില്ലാത്ത, അച്ഛനില്ലാത്ത, ജന്മമില്ലാത്ത, മരണമില്ലാത്ത ആ പരമാത്മസ്വരൂപനിലാണ് നിങ്ങൾക്ക് പുത്രഭാവം ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യശാലികളാണ് എന്ന് അവരോട് പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോഴാണ് സ്നാനം ചെയ്യാനായിട്ട് പോകണമെന്ന് തോന്നി. അതിനേക്കാളും വലിയൊരു സ്നാനം വേറെ ഒന്നുകൂടി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉദ്ധവൻ. എന്താ അത്? പ്രഭാതമായി കഴിഞ്ഞപ്പോഴേക്കും മുദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി. ലോകത്തിലെ അമംഗളങ്ങളെ മുഴുവൻ തീർക്കുന്ന ഭഗവാന്റെ തിരുനാമങ്ങള് ഗോപിമാരുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി വരുന്ന ആ നാമഗംഗാ തരംഗം, അതിലൊന്ന് കുളിക്കണം തീരുമാനിച്ചു ഉദ്ധവൻ. അതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ യമുനയിൽ പോയി കുളിക്കലൊക്കെ പിന്നെയാവാം, ഈ നാമഗംഗയിൽ കുളിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവ എന്ന് ജപിച്ചുകൊണ്ട് ഗൃഹകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപിമാരുടെ ആ നാമഗംഗയിൽ കുളിക്കാനായിട്ട് ഉദ്ധവൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ഗോപിമാരും കേട്ടു, ഏതോ ഒരു മധുരയിൽ നിന്ന് ആരോ വന്നിട്ടുണ്ടത്രേ. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനെ പിടിച്ചുകൊണ്ടുപോയി. പണ്ട് ഒരു അക്രൂരൻ വന്നിട്ട്, ആ അക്രൂരൻ അക്രൂരൻ കൊണ്ടുപോയി. പിന്നെ ആ കംസനെ വധിച്ചുവല്ലോ. അത് കഴിഞ്ഞപ്പോ കംസന്റെ പ്രേതത്തിന് ഗതി കിട്ടിയിട്ടുണ്ടാവില്ല. കംസന്റെ പ്രേതത്തിന് ഗതി കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ പ്രിയതമകളെ കൊണ്ടുപോയിട്ട് ബലി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിന് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ബഹളം. പിന്നെ നോക്കുമ്പോഴാണ് കസ്യാച്യുതവേഷഭൂഷണ. ഉദ്ധവനെ കാണുമ്പോഴേക്കും ഏതായി കൃഷ്ണന്റെ വേഷം കെട്ടിയവൻ? ഒരത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരാളോ കൃഷ്ണന്റെ വേഷം കെട്ടി വന്നിരിക്കുന്നു? ആരത്? ഉദ്ധവൻ ഭഗവാന്റെ ദൂതനാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആവലാതി, ഞങ്ങളെയൊക്കെ കൃഷ്ണന് ഓർമ്മയുണ്ടോ? അല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആശ്വസിപ്പിക്കാൻ വന്നതായിരിക്കും. അച്ഛനും അമ്മയും മുനിമാർക്ക് പോലും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങളെ എന്ത് കാര്യമില്ലേ കൃഷ്ണന്? ഭക്ഷണം കഴിഞ്ഞാൽ അതിഥികള് സ്ഥലം വിടും, പിന്നെ അവരെ കാണില്ല. ഊണ് കഴിഞ്ഞാലേ അതിഥികളൊക്കെ വലിയ വർത്തമാനാ. അതൊക്കെ കഴിഞ്ഞ് ഊണ് കഴിയുമ്പോഴേക്കും പൊടി പോലും കാണാനില്ല. ആചാര്യം ദത്തദക്ഷിണം, വലിയ പ്രഭാഷണം നടത്തുക ആചാര്യൻ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആചാര്യന്മാര്. അതൊക്കെ കഴിഞ്ഞു ദക്ഷിണ കിട്ടിപ്പോയിട്ട് പൊടി പോലും കാണാനില്ല, പിന്നെ ആളെയും കാണാനില്ല. യാഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഋത്വിക്കുകള് ദക്ഷിണ കത്തുന്നവരെയുള്ള ഉത്സാഹമൊക്കെ അത് കഴിഞ്ഞ് അവിടെ പോയി. അത് മാത്രമല്ല, ഒന്നുകൂടി ഉണ്ട് അത്ര. ഋത്വിക്കുകളൊക്കെ യാഗത്തിനൊക്കെ ഋത്വിക്കുകളൊക്കെ ദക്ഷിണ കിട്ടി അവിടെ നിൽക്കാൻ പാടില്ല അത്ര. പിന്നെ അതുകൂടി ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. മാമ്പഴമുള്ള സമയത്ത് മാവിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാരുണ്ട്. മാമ്പഴമൊക്കെ പോയാ പിന്നെ എന്തിനാ മാവ്, ഞങ്ങളെ കൊണ്ട് എന്ത് കാര്യമുണ്ടല്ലോ ഇപ്പോ എന്നൊക്കെ അവർ അവലാതി പറഞ്ഞു. പിന്നെ അവരൊക്കെ കൊണ്ടുപോയി ഒരു ഗോപിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാച്ചിൽ ഏതോ ഒരു ഗോപി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഭാഗവത്തില്. പക്ഷേ ആചാര്യന്മാർ പറയുന്നു രാധാദേവിയുടെ അടുത്ത് കൊണ്ടുപോയി എന്ന്. രാധാദേവിയാണെങ്കിൽ ഏതോ ദിവ്യ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് എവിടെ നിന്നാണ് കൃഷ്ണ അനുഭവം ഉണ്ടാവുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട്, ലോകത്തെ മറന്നുകൊണ്ട്, ആ കൃഷ്ണസംഗമം തന്നെ സ്മരിച്ചുകൊണ്ട് ഏതോ ആനന്ദത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതോ ലോകത്തിലാണ് ആ രാധാദേവി
സമാധിയിലാണ് രാധാദേവി. ഈ സമാധിയിൽ നിന്ന് രാധാദേവിയെ ഉണർത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ, കൃഷ്ണന് മാത്രമേ കഴിയുള്ളൂ. ആ ഭഗവാൻ തന്നെ ഒരു വണ്ടിന്റെ രൂപത്തിൽ വന്ന് ഈ പ്രേമസ്വരൂപിണിയായ രാധാദേവിയുടെ പാദത്തിലെ ഞാനൊന്ന് ആശ്രയിക്കട്ടെ, ആ പാദത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള ആ ദിവ്യമായ അമൃതം ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നുള്ള ഭാവത്തില്, പാദാരവിന്ദത്തിന്റെ മാധുര്യം ഒന്ന് ആസ്വദിക്കട്ടെ എന്നുള്ള ഭാവത്തില് ആ വണ്ട് വന്ന് രാധാദേവിയുടെ പാദത്തില് ആ വണ്ട് വന്ന് തൊഴുമ്പോഴേക്കും രാധാദേവി ഞെട്ടി ഉണർന്നു, കടന്നു പോടുന്നു, പൊട്ടിത്തെറിച്ചുപോയി. മാ സ്പൃശാഘ്രീം, തൊടരുത്, നീ എന്നെ തൊടരുത്. ആ നിന്റെ മുഖത്തൊക്കെ മീശയിലൊക്കെ കുങ്കുമൊക്കെ പറ്റിയിട്ടുണ്ട്. മധുരാനാരിമാരുടെ കുചകുങ്കുമം പറ്റിയ ആ മീശയും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്, കടന്നു പോയെന്ന് പൊട്ടിത്തെറിക്കുന്നു. ഉദ്ധവൻ ഞെട്ടിപ്പോയി. ഈ ഞങ്ങളെയൊന്നും പറഞ്ഞ് നേരിയാക്കാനൊന്നും ഉദ്ധവനായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവ തോന്നിയത്. കടന്നു പോകുന്നു, തൊടാൻ വരണ്ട ഒക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നു ആ രാധാദേവി. ആ ലക്ഷ്മീദേവിയും പോലും ഭഗവാന്റെ കൃഷ്ണന്റെ മധുരമായിട്ടുള്ള സ്വരൂപത്തെ കണ്ട് ഭഗവാന്റെ വാക്കിലും മയങ്ങിപ്പോയിട്ട്, അല്ലാതെ എന്താ ഉണ്ടാവുക? ലക്ഷ്മീദേവി പോലും മയങ്ങി ഒരു നിമിഷം പോലും ഭഗവാന്റെ മാർഗത്തു നിന്ന് മാറാതെ നിൽക്കല്ലേ ഇവിടെ. അപ്പം ഗോപിമാർക്ക് മനസ്സിലായിരിക്കുന്നു ആരാണ് ഈ കൃഷ്ണൻ. ഏതോ ഒരു നന്ദഗോപന്റെ മകനല്ല, യശോദമ്മയുടെ മകനല്ല, പിന്നെയോ സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാനാണ്. ലക്ഷ്മിപതിയായിരിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ് എന്ന് മുഖത്തോട് കൂടി തന്നെ അവര് പറയുന്നത്. പിന്നെയും വണ്ടിങ്ങനെ പറന്നു വരുമ്പോഴാണ് കടന്നു ഓടുന്നത്. എന്തിനാ ഇവിടെ ഒന്ന് പാട്ട് പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? പാട്ട് പാടി എന്തെങ്കിലും കിട്ടുന്നു വിചാരിച്ചിട്ടാ പാടണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തരാനില്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. അഗ്രഹാണാമഗ്രത, വീടില്ല, നാടില്ല, ഒന്നുമില്ലാത്തവരാണ് ഞങ്ങള്. ഞങ്ങളുടെ അടുത്ത് വന്ന് പാട്ട് പാടിയിട്ട് എന്ത് കാര്യമാണ്? അല്ല, ഈ ഗോപിമാർക്ക് വീടുണ്ടല്ലോ, അവർക്ക് പശുക്കളുണ്ടല്ലോ, അവർ വെണ്ണയും പാലും വിട്ട് ജീവിക്കുന്നല്ലോ. അവരതൊന്നും അറിയുന്നില്ല. വീടുണ്ടായിക്കോട്ടെ, നാടുണ്ടായിക്കോട്ടെ, അവർക്കിപ്പോ ഭഗവാനല്ലാതെ വേറെ ഒന്നും അറിയുന്നില്ല. ആ ദിവ്യഭാവത്തിലേക്ക് അവര് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തിനാ നീ കൂടുതൽ പറയേണ്ടത്? ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ കൃഷ്ണന്റെ പുരാണൊന്നും പറയണ്ട. ഭഗവാന്റെ ആ ചേഷ്ടകൾ കണ്ട് എത്രയോ ആൾക്കാര് പാട്ടിലായതാണ്. ബലി, പണ്ട് ബലി ഈ ഭഗവാന്റെ വാക്കില് പെട്ടുപോയതാണ്. പണ്ട് ഒരു കുരങ്ങനെ കൊന്നു, പണ്ടൊരു കറുത്തവർഗക്കാരൻ വന്നിട്ട്. വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ചരിത്രം ഞങ്ങളുടെ അടുത്ത് പറയണ്ട. എത്ര യദനുചരിതലീല കർണപീയൂഷ വിപ്രുത് സകൃത അദന വിധൂത ദ്വന്ദ്വധർമ്മ വിനഷ്ട. ഭഗവാന്റെ ആ ദിവ്യമായ ആചാര്യന്മാരും എന്ന് പറയും, ആ ഭഗവാന്റെ കഥകൾ കേട്ടോളൂ, അമൃതാണ്, തേനാണ്, പാലാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട് ത്യജിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാര്യ, ഭർത്താവ്, കുടുംബം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് എത്ര ആൾക്കാരാ ഇപ്പൊ പിച്ചെടുത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാലോ. ഭഗവാന്റെ മധുരമായ ആ കൃഷ്ണകഥാമൃതത്തില് ഒരു തരിയെങ്കിലും വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞവര്, ത്യജിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇഹലോകത്തിലെയോ പരലോകത്തിലെയോ സകല ഭോഗങ്ങളെയും, ഭാര്യ, കുടുംബം എന്ന് വേണ്ട സമ്പത്ത്, പ്രാണനെ പോലും ത്യജിച്ചുകൊണ്ട് ഭിക്ഷുചര്യാം ചരന്തി, യാതൊരു സ്വാർത്ഥതയുടെ കണിക പോലും ഇല്ലാതെ ഭിക്ഷുഭാവത്തെ ഭാവിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് ആനന്ദമത്തന്മാരായിട്ട് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുല്ലോ എന്നൊക്കെ ഓരോ വാചകത്തിലും വിവിധാർത്ഥങ്ങളെ ദ്യോതിപ്പിച്ചുകൊണ്ടാണ് ആ രാധാദേവിയുടെ വാക്കുകളിലൂടെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഭഗവാന്റെ കൈകള്, പിന്നെതാ ശാന്തയായിട്ട് പറഞ്ഞു, ഭഗവാന്റെ കൈകള് എന്നാണ് ഞങ്ങളുടെ ശിരസില് അനുഗ്രഹിക്കാനായിട്ട് ഓടി വരിക. പിന്നെ വൃന്ദാവനത്തിലെ ആ ദിവ്യമായിട്ടുള്ള ഗോപിമാരുടെ ഭക്തി കണ്ട് നിങ്ങൾ ഭാഗ്യവതികളാണ്. ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമയേ ശ്രേയോഭിർവിധയിഷ്ടാന്യേ കൃഷ്ണേ ഭക്തി സാധ്യതേ. ഇവിടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ നിശ്ചയിച്ച സകല അനുഷ്ഠാനങ്ങളും ഈ ദിവ്യമായ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കതുണ്ടായിരിക്കുന്നല്ലോ. നിങ്ങൾ ഭാഗ്യവതികളാണ്, ഭാഗ്യവതികളാണ്
എന്ന് ഉപദേശിക്കുന്നു. വീണ്ടും ബോധം കെട്ട് വീഴുന്ന ഗോപിമാരെ, തളർന്നു പോകുന്ന ഗോപിമാരെ ഭഗവാന്റെ സന്ദേശം കേൾപ്പിച്ചുകൊണ്ടാണ് ഉദ്ധവൻ വീണ്ടും ഉണർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഞാനും നിങ്ങളും യാതൊരു വിരഹവുമില്ല, നിങ്ങളിൽ ഞാനുണ്ട്, നിങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ്. ഞാൻ പ്രത്യക്ഷമായിട്ട് ഒന്ന് ഇവിടുന്ന് മാറിയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എന്നിലേക്ക് മനസ്സുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, വിരഹത്തിലാണ് കൂടുതൽ ആ പ്രേമം പ്രകാശിക്കുള്ളൂ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോന്നിരിക്കുന്നത്. ഒരിക്കലും പരോക്ഷമായിട്ട് ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല, നിങ്ങൾക്ക് അനുഭവമായി തീരും. അന്ന് ആ വൃന്ദാവനത്തിൽ വെച്ച് പ്രത്യക്ഷമായിട്ട് എൻ്റെ അടുത്ത് വന്ന വിപ്രപത്നിമാർക്ക് അനുഗ്രഹം നൽകുന്നുണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ട് വരാൻ കഴിയാതെ ദേഹം വെടിഞ്ഞ വിപ്രമാപത്നിമാർക്ക് എത്ര പെട്ടെന്നാണ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തത്. അതുപോലെ നിങ്ങൾക്കും തീവ്രമായ ഭാവം വരുമ്പോൾ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഭഗവാൻ ഗോപിമാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഉദ്ധവൻ പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടായി. വൃന്ദാവനത്തിലെ ഓരോ മുക്കിലും മൂലയിലൂടെയും അവർ കൊണ്ടുപോയി ഭഗവാന്റെ ദിവ്യകഥകളും കാണിച്ചുകൊണ്ട്, കടന്ന് നടന്നതായ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് ഉദ്ധവനെ കൊണ്ടുപോയി. അവർ പറയാണ്, എന്നാ കൃഷ്ണൻ ഇങ്ങോട്ട് വരിക, എന്നാ ഞങ്ങൾക്ക് ഭഗവാനെ കാണാനായിട്ട് കഴിയുക? അല്ല, കൃഷ്ണൻ എന്താ വന്നിട്ട് കാര്യമല്ലേ? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്ന് ഞങ്ങൾക്ക് ഇപ്പൊന്ന് ബോധ്യമായി. ഞങ്ങൾക്കിന്ന് ആശ എന്തിനോടാണ്? കൃഷ്ണനിലോടാണ്. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നൊന്നുമില്ല. തഥാപ്യാശാ ദുരത്തിയ, വാളെടുത്ത് വെട്ടിയാൽ പോലും മാറ്റാത്ത രീതിയിൽ, മുറിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഭഗവാനിൽ ഉറച്ചിരിക്കുന്നത് മനസ്സ്. അതിനി ദുഃഖം വരാൻ കാരണമായിക്കോട്ടെ, സാരല്ല, അത് മുറിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ അവര് എങ്ങനെയാ ഞങ്ങൾ കൃഷ്ണനെ മറക്കുന്നത്? ഈ വൃന്ദാവന മതും ഗോവർദ്ധന മതും എന്ത് കണ്ടാലും ഞങ്ങൾക്ക് ഭഗവാനെ ഓർമ്മ വരുന്നു. ഈ പശുക്കളെയും വൃന്ദാവനത്തിലെ ഓരോ തരികളും ഞങ്ങൾക്ക് കൃഷ്ണനെ ഓർമ്മിക്കുന്നതാണ്. എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ? എങ്ങനെയാ ഞങ്ങൾ ഭഗവാനെ മറക്കുക? ഉദ്ധവന്റെ കയ്യിൽ വല്ല മരുന്നുണ്ടോ? കഥം തം വിസ്മരാമഹേ, കൃഷ്ണനെ മറക്കാനുള്ള മരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ കഴിയാത്ത വൃന്ദാവനത്തിലെ ഗോപിമാരെ കണ്ട് ഉദ്ധവൻ അത്ഭുതപ്പെട്ടു പോയി. ഇതുപോലെ ഒരു ഭക്തി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഗോപികാഭ്യോ നമോസ്തു. വൃന്ദാവനത്തിലെ ഈ ഗോപിമാർക്കൊക്കെ നമസ്കാരം. അയ്യോ, അത്രയൊന്നും നമസ്കരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഈ വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികൾക്കും നമസ്കാരം. ഏതൊരു ഗോപിമാരുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകുന്ന കൃഷ്ണകഥാമൃതമാണോ ലോകത്തെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഗോപിമാന്റെ പാദത്തിൽ തട്ടിയ വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികൾക്കും നമസ്കാരം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം. വീണ് നമസ്കരിക്കുന്നു. ഉദ്ധവൻ 5-6 മാസം അവിടെ താമസിച്ച് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും നന്ദാദയോനുരാഗേണ പ്രാവോചൻ അശ്രുലോചന. ഗോപന്മാരൊക്കെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഈ ഉദ്ധവനെ, പ്രേമഭക്തനായിട്ടുള്ള ഭഗവാന്റെ ഉത്സവമൂർത്തിയായിട്ടുള്ള ഉദ്ധവനെ, അങ്ങേപോലുള്ള മഹാത്മാക്കളെയൊക്കെ എപ്പോഴും കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി എന്നാ കാണാൻ കഴിയുക? യാത്രയാക്കാനായിട്ട് വിവിധങ്ങളാകുന്ന സമ്മാനങ്ങളോട് കൂടിയിട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ ഭഗവാന് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ തന്നു എന്ന് പറയണ്ട, കൃഷ്ണനറിയാം ഇത്. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുള്ളൂ, ഈ കർമ്മപ്രാരബ്ധത്തിന്റെ ഇടയിൽ വട്ടം ചെയ്യുന്ന സമയത്ത് കൃഷ്ണനെ മറക്കേണ്ടി വരരുതേ. യത്യന്ന കൃഷ്ണ ഈശ്വരേ, ഭഗവാന്റെ പാദങ്ങളില് കൃഷ്ണനില് രതി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ. ഒരിക്കലും ഞങ്ങൾക്ക് ഭഗവാനെ മറക്കേണ്ടി വരരുതേ. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ കഴിയാത്ത ഗോപിമാർക്കാണ്, വൃന്ദാവനവാസികൾക്കാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഒരിക്കലും കൃഷ്ണനെ മറക്കേണ്ടി വരരുതേ എന്ന്. നമുക്കും ജീവിതത്തിൽ ഭഗവാനെ ഓർമ്മിക്കാൻ തന്നെ സാഹചര്യമില്ല. നമുക്കും അതാണ് പ്രാർത്ഥിക്കേണ്ടത്, വൃന്ദാവനവാസികളുടെ കൂടെ നിന്നുകൊണ്ട്. പണ്ട് ഒരു സീതാദേവി മാത്രമായിരുന്നു ചൂടാരത്നവുമായിട്ട് ഹനുമാൻ സ്വാമികൾ തിരിച്ചു പോരുമ്പോൾ യാത്രയാക്കാനെങ്കിൽ എത്രയോ ഗോപിമാര്, എത്രയോ വൃന്ദാവനവാസികള് ഇവിടെ യാത്രയാക്കാനുണ്ട്. അവരെയൊക്കെ കണ്ട് അവരുടെ ആ ഹൃദയത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ആ ഭക്തി ഉദ്രേകം അനുഭവിച്ച് ഉദ്ധവൻ തിരിച്ചു വന്ന്
ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നു എല്ലാം. ഈ ഭക്തിയുടെ അനുഭവം ഉണ്ടാക്കി തന്ന ഗുരുനാഥൻ എന്താണ് തരേണ്ടത് അറിയില്ല, വീട് നമസ്കരിക്കുന്നു. പിന്നെ ഉദ്ധവനോടുള്ള സമീപനവും ഭഗവാൻ അതുപോലെ തന്നെ ഗോപിമാരോടുള്ള സമീപനവും അതുപോലെ തന്നെ ക്രൂരനോടും സൈരന്ധ്രിയോടുമുള്ള സമീപനമൊക്കെ ഒരേപോലെ. അത് കഴിഞ്ഞ് ജരാസന്ധൻ മധുരയെ ആക്രമിക്കാനായിട്ട് വരുന്ന രംഗവും യവനനെ നിഗ്രഹിക്കുന്ന രംഗവും, അതുപോലെ മുചുകുന്ദന്റെ സ്തുതി സ്വീകരിച്ചുകൊണ്ട് മുചുകുന്ദനെ അനുഗ്രഹിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മധുരാലീലകളിലെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ സമർപ്പിക്കുന്നത്. ഈ മധുരാലീലകളിൽ കുറച്ചനുസ്മരിക്കാൻ കഴിഞ്ഞ ആ ഭാഗ്യം ഭഗവാന്റെ തൃപാദങ്ങളിൽ തന്നെ ആ കൃതജ്ഞത സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഒരു പുഷ്പാഞ്ജലിയായി സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി.